ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് മനുഷ്യ ചരിത്രം കണ്ട ഏറ്റവും ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ, ഏറ്റവും ചെറിയ വാചകങ്ങളിൽ പറഞ്ഞ സ്റ്റോറികൾ നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യവർഗത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ സ്റ്റോറി, അത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, നമുക്ക് വളരെ പോപ്പുലറായ ഒരു സ്റ്റോറിയാണ്. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് നടപ്പീൻ, നാം തിന്ന് ആനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ട് ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്തെന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. വളരെ നമുക്ക് പരിചയമുള്ള ഒരു കഥയാണ്. സത്യത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിലേക്ക് നയിച്ച കഥയാണ്. കർത്താവിൻ്റെ എതിരായിട്ടുണ്ടായിരുന്ന യഹൂദന്മാരുടെ എല്ലാ വിരോധവും വൈരാഗ്യവും അതിൻ്റെ തീയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു കഥയായിരുന്നു. നിങ്ങൾ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ ഗോസ്പൽ ഈവൻസ് പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിന് തൊട്ടു മുമ്പാണ് ഈ കഥ പറയുന്നത്. ഈ കഥ പറഞ്ഞതോടുകൂടെ കർത്താവ് ക്രൂശീകരണം ഉറപ്പാക്കുകയാണ്. അപ്പം അതുപോലെ പ്രകോപിതരായി. നമ്മൾ അതിൻ്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കുമ്പോൾ, കർത്താവ് പറഞ്ഞ കഥയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അന്നത്തെ ജൂവിഷ് കമ്മ്യൂണിറ്റി, ആ കർത്താവിൻ്റെ ശ്രോതാക്കൾ ഇത് എത്ര പ്രകോപിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളത് വായിക്കുമ്പം ഹാംലെസ് സ്റ്റോറിയാണ്. 2 മക്കളുണ്ടായിരുന്നെന്നും ഒരുത്തൻ തിരിച്ചു വന്നെന്നും നോക്കി മനസ്സിലാകും. അന്ന് യേശു പറഞ്ഞത്. അപ്പം അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, ഗോസ്പൽ ഇൻ ദ ഗോസ്പൽസ്, സുവിശേഷങ്ങളിലെ സുവിശേഷമാണ്. അതായത് മുഴുവൻ സുവിശേഷത്തിൻ്റെയും സംക്ഷേപമാണ് ഈ 15-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു 3 കഥ പറയുകയാണ്. 3 കഥ. അതിൽ ഒന്നാമത്തെ കഥ 100 ആടുകളുടെ കഥയാണ്. രണ്ടാമത്തെ കഥ 10 ദ്രഹ്മയുടെ കഥയാണ്. മൂന്നാമത്തെ കഥ 2 പുത്രന്മാരുടെ കഥയാണ്. അപ്പം കുറഞ്ഞു വരികയാണ്. 100 ആട്, 10 ദ്രഹ്മ, 2 മക്കൾ, അങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പം ഈ കഥ പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിൽ കാണുക. 15-ാം അധ്യായം 1-ാം വാക്യമാണ്. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. ഇപ്പം നിങ്ങൾ മനസ്സിൽ കാണുക, യേശു കർത്താവ് വചനം സംസാരിക്കുകയാണ്. അപ്പൊ ചുങ്കക്കാരും പാപികളുമാണ് അവന്റെ വചനം കേൾക്കാൻ നിൽക്കുന്നത്. ഇപ്പൊ ചുങ്കക്കാരും പാപികളും യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ ഒരു വശത്ത്, അവരെ വിമർശിച്ചുകൊണ്ട് മറുവശത്ത് പരീശന്മാരും ശാസ്ത്രിമാരും നിൽക്കുന്നു. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ അത് കാണുക. അതായത് യേശു നടുക്ക് നിൽക്കുന്നു, ഒരു വശത്ത് പരീശന്മാരും ശാസ്ത്രിമാരും നിൽക്കുന്നു, മറുവശത്ത് ചുങ്കക്കാരും പാപികളും നിൽക്കുന്നു. അപ്പം ഇത് ലോകത്തിൻ്റെ ചിത്രമാണ്. ഒന്ന് റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ്, റിലീജിയസ് പീപ്പിളാണ്. മറ്റേത് സിന്നേഴ്സാണ്, പാപികൾ,
എന്ന് പറഞ്ഞാൽ ലോകം പാപികളെന്ന് തള്ളിയിരിക്കുന്ന, അല്ലെങ്കിൽ ലോകം ബ്രാൻഡ് ചെയ്തിരിക്കുന്നു. ദൈവം ബ്രാൻഡ് ചെയ്തിരിക്കുന്നല്ല, ലോകം ബ്രാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ ലോകം ആളുകളെ രണ്ടായിട്ടാണ് കാണുന്നത്. ആളൊരു ഭക്തനാണ്, അല്ലെ, ഒരു ഈശ്വര വിശ്വാസിയാണ്, ഇറ്റ്സ് എ ഗുഡ് ഗൈ, നൈസ് പേഴ്സൺ, അല്ലെ, അതാണ്. റിലീജിയസ് പീപ്പിളാണ്. രാവിലെ അമ്പലത്തിൽ പോവും, കുളിച്ച് തൊഴുത് അമ്പലത്തിൽ പോവുക, തൊഴുക, രുദ്രാക്ഷം ധരിക്കുക, ചന്ദനക്കുറി തൊടുക, അല്ലെങ്കിൽ കുരിശുമാല ഇടുക, പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള, ഇങ്ങനെയൊക്കെ എല്ലാ മതങ്ങളിലും റിലീജിയസ് ആളുകളുണ്ട്. ഇപ്പം നോൺ റിലീജിയസ് ആളുകളുണ്ട്. അത് പാപികൾ അല്ലെങ്കിൽ കൊള്ളരുതാത്തവർ എന്നൊക്കെ വിവക്ഷിക്കുന്ന. ഇപ്പം 2 ഗ്രൂപ്പാണ്. ഇപ്പം ഈ 2 ഗ്രൂപ്പ് യേശുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഒരു ഗ്രൂപ്പ് ചുങ്കക്കാരും പാപികളും, മറ്റേ ഗ്രൂപ്പ് പരീശന്മാരും ശാസ്ത്രിമാരും. അപ്പം അവരോടാണ് യേശു കർത്താവ് ഇത് പറയുന്നത്. ആദ്യം പറയാണ്, ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിൽ ഒരാടിനെ കാണാതെ പോയി. ഒരാടിനെ കാണാതെ പോയപ്പോൾ 99 ആട് ആലയിലുണ്ട്, നല്ല. അപ്പം ചുങ്കക്കാർ പാപികളും കേട്ടോണ്ടിരിക്കുക. അപ്പോൾ പറയാണ്, വൈകുന്നേരമാണ്, 99 ആട് സേഫായിട്ട് ആലയിലുണ്ട്, 99 ആട് സേഫായിട്ട് ആലയിൽ വന്നു, നല്ല വൈകുന്നേരമാണ്, വിശ്രമിക്കാം, ഇടയന് സ്വസ്ഥമായിട്ടിരിക്കാം. പക്ഷെ ഇടയൻ സ്വസ്ഥനല്ല. അപ്പൊ 99 കൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരു ഇടയന്റെ ഹൃദയത്തെ കർത്താവ് വരച്ചു കാണിക്കുകയാണ്. 99 കൊണ്ട് തൃപ്തിപ്പെടാത്ത ഷെപ്പേർഡ് ഹാർട്ട്, ഇടയ ഹൃദയം. ആദ്യം കർത്താവ് പോർട്രേറ്റ് ചെയ്യാണ്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ആയിട്ട് സംസാരിച്ചത് ആ സീരീസിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ കേട്ടത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കും. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. അപ്പൊ ഏകജാതനായ പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തിയത്. ബാക്കി ആർക്കും ആ വെളിപ്പാട് കിട്ടിയില്ല. അപ്പൊ പുത്രൻ നൽകുന്ന വെളിപ്പാട്, അതാണ് ഷെപ്പേർഡ് ഹാർട്ട്, ഇടയ ഹൃദയം, ഇടയന്റെ ഹൃദയം. അതേതാണ്? 99 കൊണ്ട് തൃപ്തിപ്പെടാത്ത ഹൃദയം. തൻ്റെ ആടുകളാണ് 100. അപ്പോൾ ഒരാട് കാട്ടിൽ എവിടെയോ പോയി, ഇറസ്പോൺസിബിൾ ആയിട്ട്, ഉത്തരവാദിത്വമില്ലാതെ പോയതാണ്. റീസൺസ് പലതും കാണാം. വാട്ട് എവർ ദാറ്റ് മേ ബി, എന്ത് കാരണത്താലായാലും ആ ആടും കൂടെ ഈ ആലയിലുണ്ടെങ്കിലേ ഇടയൻ തൃപ്തിപ്പെടുകയുള്ളൂ. ഇപ്പം 99% ഇപ്പം നമ്മുടെ ആളുകളെ ഈ സുവിശേഷ വേല ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ നിർഭാഗ്യവശാൽ സുവിശേഷ വേല ചെയ്യുന്നത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റാണ്. നമ്മൾ സുവിശേഷ വേലയല്ല ചെയ്യുന്നത്, മതപരിവർത്തനമാണ്. മതപരിവർത്തനം നടത്തുക. അപ്പം നമുക്ക് ഇത്ര ആളുകളെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ കൂടെ വന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഇത്ര പേരുണ്ട്, 50 പേരുടെ വെച്ച് നമുക്ക് 100 സഭയുണ്ട്, അപ്പം 5000 പേര്. അപ്പം ഇതാണ് ദൈവജനം, ഇതിനെ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പം ദൈവം ഇതുകൊണ്ട് തൃപ്തിപ്പെടും? നോ. അപ്പം നിങ്ങൾക്ക് അറിയത്തില്ല ദൈവത്തിൻ്റെ ഹൃദയത്തെ. ഷെപ്പേർഡ് ഹാർട്ടാണ്, ഇടയ ഹൃദയമാണ്. 100% കുറഞ്ഞൊന്നുകൊണ്ടും ദൈവം സംതൃപ്തിപ്പെടുന്നില്ല. അതാണ് യേശു പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് മുഴു മനുഷ്യവർഗത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. മുഴു മനുഷ്യവർഗത്തെയും വീണ്ടെടുക്കാൻ വേണ്ടി. അത് വളരെ വ്യക്തമായി ഈസ്റ്റേൺ തിയോളജി പഠിപ്പിക്കുന്നുണ്ട്. ഈസ്റ്റേൺ തിയോളജി വളരെ വ്യക്തമായിട്ട് ആദാമിൻ്റെ കടച്ചീട്ടിനെയാണ് അവൻ കീറിക്കളഞ്ഞത്. ആദാമിൻ്റെ കടച്ചീട്ടിനെ മുഴു മനുഷ്യവർഗത്തെയും രക്ഷിക്കുവാനാണ് അവൻ വന്നത്. മുഴു മനുഷ്യവർഗത്തെയും, അല്ല ചിലരെ രക്ഷിക്കാനല്ല, മുഴു മനുഷ്യവർഗത്തെയും അവൻ നമുക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുകയാണ്. മുഴു മനുഷ്യവർഗത്തെയും. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആ സെതറയുണ്ട്, ദുഃഖവെള്ളിയാഴ്ചയുടെ. അതിൽ വായിച്ചത് എന്താണ്?
ആദാമിന്റെ സർവസന്താനങ്ങളെയും അവൻ രാജ്യാവകാശികളാക്കി തീർത്തു. ഞാൻ വായിക്കാം. ഒരു സെക്കൻഡ്. ദുഃഖവെള്ളിയാഴ്ചയുടെ കബറടക്ക ശുശ്രൂഷ നടക്കുന്ന സമയത്ത് വായിക്കുന്ന സദറയാണ്. ആ സദറയിൽ വായിക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, പ്രസക്ത ഭാഗം മാത്രം വായിക്കും. ഈ ദൈവീകമായ കബറടക്കം പാതാളത്തിന്റെ കോട്ടകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങളെ തകർത്തു. ഈ ദൈവീകമായ കബറടക്കം പ്രതികൂലികളായ അന്ധകാര സൈന്യങ്ങൾക്ക് കഷ്ടതയും ദുഃഖവും ഉളവാക്കി. ഈ ദൈവീകമായ കബറടക്കം ആദാമിനെയും വിശ്വാസികളുടെ വർഗത്തെ ആകമാനവും പ്രഭയും മഹത്വവും ധരിപ്പിച്ചു. ജീവപ്രദായകമായ ഈ കബറടക്കം പുണ്യവാന്മാരുടെ വിഭാഗങ്ങൾക്ക് ആകമാനം നവജീവൻ നൽകി. ഈ ജീവദായകമായ കബറടക്കം നന്മ വിതച്ച് പാതാളത്തെ നിരാശ്രയമാക്കി. ഈ ജീവദായകമായ കബറടക്കം ആദാമിനെയും അവന്റെ സർവസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. ഓർത്തഡോക്സ് യാക്കോബായ സഭാവിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ കബറടക്കത്തിന്റെ സമയത്ത് വായിക്കുന്ന സദറ ശ്രദ്ധിക്കുക. അവിടെ പറയുകയാണ്, ഈ ദൈവീകമായ കബറടക്കം ആദാമിനെയും അവന്റെ സർവസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. ഈ ദൈവീകമായ കബറടക്കം സാത്താനെയും സൈന്യങ്ങളെയും ദുഃഖിതരാക്കി തീർക്കുകയും അവൻ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന അടിമത്തത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഈ ദൈവികമായ കബറടക്കം ആദാമിനും അവന്റെ സർവസന്താനങ്ങൾക്കും ധൈര്യവും സന്തോഷവും നേടിക്കൊടുത്തു. ആദാമിനും അവന്റെ സർവസന്താനങ്ങൾക്കും ഈ ദൈവീകമായ കബറടക്കം, ഈ ജീവപ്രദായകമായ കബറടക്കം ആദാമിനെയും സർവസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. ഇത് പ്രഖ്യാപിക്കുന്ന, ഇത് ആർജവത്തോടെ പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു വിഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സെദ്രായിലാണ് നമ്മൾ കേൾക്കുന്നത്. ഇതാണ് ഷെപ്പേർഡ് ഹാർട്ട്. കൂടെയുള്ള ആടുകൾക്ക് പലതും പറയാനുണ്ടായിരിക്കും. ഞങ്ങൾ പലതവണ വാൺ ചെയ്താണ്, അങ്ങോട്ട് മേയാൻ പോകരുത്, അത് കുരുക്കിൽ പെട്ട് കിടക്കുകയാണ്, മുള്ളിൽ പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം കൊണ്ടാണ്, ധിക്കാരം കൊണ്ടാണ്, വാട്ട് എവർ ദ റീസൺ ഈസ്. എന്ത് കാരണമാണെന്ന് ഇടയൻ അറിയണ്ട. ഷെപ്പേർഡ് ഹാർട്ട് 100%. 100 ആടിനെ ആലയിൽ കാണണം, 100%. ഇത് പ്രഖ്യാപിക്കുന്ന മറ്റ് വെസ്റ്റേൺ തിയോളജിയിലെല്ലാം അങ്ങനെയല്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു പരാജിതനായ ദൈവത്തെ വരച്ചു കാണിക്കുമ്പം ഓർത്തഡോക്സി ഓഫ് ദ ചർച്ച്, സഭയുടെ സത്യവിശ്വാസം, സത്യ ഉപദേശം, ദൈവം അങ്ങനെ പൊത്തുവരുത്തപ്പെടുന്ന ദൈവമല്ല. ദ സുപ്രീമസി ഓഫ് ഗോഡ്, ദ സോവർണിറ്റി ഓഫ് ഗോഡ്, ക്രൈസ്റ്റ് ദ വിക്ടർ, ക്രിസ്തു എന്ന ജയാളിയെയാണ് ഓർത്തഡോക്സി വർഷിപ്പ് ചെയ്യുന്നത്. പരാജിതനായ ക്രിസ്തുവിനെ അല്ല, ജയാളിയായ ക്രിസ്തുവിനെ. അപ്പൊ ജയാളിയായ ക്രിസ്തു എന്നാൽ നരകത്തെ അവൻ ശൂന്യമാക്കി. പെന്തക്കോസ്തിലെ ഒരു പ്രമുഖ സുവിശേഷകനുണ്ടായിരുന്നു, നരകത്തെ കൊള്ളയടിക്കുക, സ്വർഗത്തെ നിറയ്ക്കുക എന്നൊക്കെ. ഫൂളിഷ്നെസ്, ലാക്ക് ഓഫ് നോളജ്. നരകത്തെ പ്രത്യേകിച്ച് നമ്മൾ കൊള്ളയടിക്കാനൊന്നും പോകണ്ട. നരകത്തെ കർത്താവ് കൊള്ളയടിച്ചു, പാതാളത്തെ ശൂന്യമാക്കി കളഞ്ഞു. അതായിപ്പോ നമ്മൾ വായിച്ചത്. നന്മ വിതച്ച് പാതാളത്തെ നിരാശ്രയമാക്കി ആദാമിനും അവന്റെ സർവ്വസന്താനങ്ങൾക്കും പ്രത്യാശ നൽകുകയും ആദാമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർക്കുകയും ചെയ്തു.
വെസ്റ്റേൺ തിയോളജി പറയുന്ന അബ്രഹാമിനും അവന്റെ സർവ്വസന്താനങ്ങൾക്കും രാജ്യാവകാശം നൽകി. അത് വിശ്വാസത്തിന്റെ ബേസാണ്. പക്ഷേ ഈസ്റ്റിൽ പറയുന്നത് ആദമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി. ആദമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. വാട്ട് എ വണ്ടർഫുൾ ന്യൂസ് ഇറ്റ് ഈസ്. ആദമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. എത്ര ഭാഗ്യകരമായ അനുഭവമാണ്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് 100 ആടുണ്ട്. അപ്പൊ ആ ഒരാടിന് വിലയുണ്ട്. ഒരു തേങ്ങായ്ക്ക് 15 രൂപ, 100 തേങ്ങായ്ക്ക് 1500 രൂപ. ഒരു തേങ്ങായ്ക്ക് വിലയില്ലെങ്കിലോ 100 തേങ്ങായ്ക്കും വിലയില്ല. അപ്പൊ ഒരു മനുഷ്യന് വിലയില്ലെങ്കിൽ 1000 മനുഷ്യർക്കും വിലയില്ല. ഓരോ മനുഷ്യനും വിലയുണ്ട്. ആ വ്യക്തിപരമായി ഓരോ മനുഷ്യനെയും കർത്താവ് സ്നേഹിക്കുന്നു. ഒരാളെ പോലും കൈവിട്ട് കളയുന്നില്ല. അതാണ് നമ്മൾ വായിക്കുന്നത്. ആ സ്റ്റോറി നമുക്കറിയാം. ഇപ്പൊ രണ്ടാമത് പറയാണ്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ അവളുടെ ഒരു ദ്രഹ്മ കാണാതെ പോയി. അവളുടെ മാലയിൽ 10 നാണയങ്ങളുണ്ട്, അതിലൊന്ന് കാണാതെ പോയി, താഴെ പോയി. അന്ന് പാലസ്തീനിലെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ മൊസൈക്കും മാർബിളും ഒന്നും അല്ല, തറയെല്ലാം വൈക്കോൽ പുതപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ വൈക്കോലിനിടയിലേക്കാണ് ഇത് പോകുന്നത്. ശ്രമകരമായ കാര്യമാണ്. അത് തപ്പിപ്പിടിക്കുകയാണ്. അത് മുഴുവൻ വാരി എടുത്ത് പുറത്തിട്ട് അടിച്ചു വാരി ഈ ദ്രഹ്മ കണ്ടെത്തി. അവളെല്ലാവരെയും വിളിക്കുക, വരുവീൻ എന്നോട് കൂടെ സന്തോഷിപ്പി. അപ്പൊ 2 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു. ഒന്ന്, കാട്ടിൽ നഷ്ടപ്പെട്ടു പോയ ഒരാട്. 2, വീട്ടിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നാണയം. കഥ കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചർ നിൽക്കണം. ഒരു വശത്ത് പരീശന്മാരും ശാസ്ത്രിമാരും, മറ്റു വശത്ത് ചുങ്കക്കാരും പാപികളും. അപ്പം ഇതാണ് അതിൻ്റെ സീന്. നിങ്ങളത് മനസ്സിൽ വെച്ചോണം. എന്നിട്ട് യേശു പറയാണ്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇനി നിങ്ങളുടെ ആ മനസ്സിലേക്ക് അത് കൊണ്ടുവരിക. ഒരു വശത്ത് പരീശന്മാരും ശാസ്ത്രിമാരും, മറുവശത്ത് ചുങ്കക്കാരും പാപികളും. അതിൽ ഇളയവൻ വന്ന അപ്പനോട്, അപ്പാ എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് തരണം. ധിക്കാരിയ, റിബല്യസ് നേച്ചറാണ്. ഒന്നിനും കീഴ്പ്പെടുന്നില്ല, സിസ്റ്റങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല, വിസമ്മതിക്കുകയാണ്. ക്ഷുഭിത യൗവനം. ഇളയ മകൻ. അത് ലോകത്തുള്ള എല്ലാത്തരം റിബല്യസ് പീപ്പിളിൻ്റെയും എന്ന് പറഞ്ഞാൽ മതത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കാത്ത നോൺ റിലീജിയസ് പീപ്പിൾ, ചുങ്കക്കാരും പാപികളുമാണ്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഇളയ മകൻ. അതാണ് കർത്താവ് പറയുന്ന കഥ. ആക്ച്വലി ഈ ഓഡിയൻസിനെയാണ് കർത്താവ് വരച്ചു കാണിക്കുന്നത്. കഥ കേട്ടോണ്ടിരുന്നവർക്ക് കാര്യം മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നില്ല. കർത്താവ് പറയും, ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയം വന്നിട്ട് പറയാണ്, അപ്പാ എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞാൽ, അന്ന് അപ്പന് പ്രായമായി കഴിഞ്ഞ് വിൽപത്രം എഴുതും. അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മക്കൾക്ക് വസ്തു കിട്ടത്തുള്ളൂ. അതാണ് ജൂവിഷ് ട്രഡിഷൻ. അതിന് വിപരീതമായി വളരെ യങ് ഏജിൽ ഒരുത്തം വന്ന് പറയാം, ഇനി പ്രായമായി കഴിഞ്ഞ് ഈ വസ്തുവൊക്കെ കിട്ടിയിട്ടെന്ന കാര്യം, ഇപ്പോഴല്ലേ ലൈഫ് എൻജോയ് ചെയ്യേണ്ടേ, പ്രായമായി പ്രഷറും ഷുഗറും എല്ലാം പിടിച്ച് പിന്നെ ഇപ്പം വേണം. അപ്പം അപ്പനോട് ചെന്നിട്ട് പറയാണ്, എനിക്ക് എൻ്റെ വസ്തു തരണം എന്ന് പറഞ്ഞാൽ അതിന് മറ്റേ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പനോട് പറയാണ്, നീ മരിക്കാൻ താമസിക്കുന്ന എന്ത്, നീ മരിച്ചിരുന്ന എനിക്ക് കിട്ടിയാനെ, അപ്പം നീ മരിക്കുന്നില്ല. അപ്പം അപ്പൻ്റെ മരണത്തെ ആഗ്രഹിക്കുകയാണ്. അതാ പറഞ്ഞേ, കിളവൻ ചാകുന്നുമില്ലല്ലോ എന്നുള്ളൊരു ടോണിൽ. അപമാനകരമാണ് ഒരു യഹൂദനെ സംബന്ധിച്ച്, ഒരു കുടുംബത്തെ സംബന്ധിച്ച്, മാന്യതയുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ച്. ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഷെയിം, ദ സ്റ്റോറി ഓഫ് ഹ്യൂമിലിയേഷൻ. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ താഴ്ച,
താഴാഴ്മ, നമ്മളെ പ്രതിയുള്ള അവൻ്റെ താഴാഴ്മ എത്ര വാഴ്ത്തപ്പെട്ടതാകുന്നു. അവൻ്റെ താഴ്ച എത്ര വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ, താഴ്ചകളേറ്റം ധന്യം നാഥ. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ, താഴ്ചകളേറ്റം ധന്യം നാഥ. നമ്മുടെ ഹ്യൂമിലിയേഷൻ ആണ് കാർമൻ ക്രിസ്റ്റി എന്ന് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു. എയർലി ചർച്ച് കർത്താവിൻ്റെ താഴ്മയാണ് വർഷിപ്പ് ചെയ്തിരുന്നത്. അതാണ് സുറിയാനി സഭ ഈ ആഴ്ച മുഴുവൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള താഴ്മയത്തെ വാഴ്ത്തപ്പെട്ടതാണെന്ന് അവൻ്റെ താഴ്ചയെ അനുസ്മരിക്കുകയാണ്. ഹ്യൂമിലിയേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ആ അപമാനകരമായ താഴ്ച. അപ്പോൾ താൻ ആ പാഷൻ വീക്കിലേക്ക്, ആ അപമാനത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് പറയുന്നത് സ്റ്റോറി ഓഫ് ഹ്യൂമിലിയേഷൻ ആണ്, അപമാനത്തിൻ്റെ കഥയാണ്, ഷെയിമാണ്. ഷെയിം, താഴ്ചയുടെ കഥ, അപമാനത്തിൻ്റെ കഥ പറയുകയാണ്. അപ്പോൾ ഒരു കുടുംബം, ഒരു കുടുംബത്തെ വരച്ച് കാണിക്കുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫാമിലിയാണ്. അവിടെ ഒരു പിതാവുണ്ട്, 2 മക്കളുണ്ട്. പക്ഷേ അപമാനകരമായ ഒരു കാര്യം ആ വീട്ടിൽ സംഭവിച്ചു. ഇതേത് വീടാണ്? ദൈവത്തിൻ്റെ ഭവനം. ദൈവത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ ഏതാ? ദൈവത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ അങ്ങ് ഏദനിൽ ദൈവം തൻ്റെ ഹൃദയത്തിൽ പണിത ഒരു ഭവനമുണ്ട്. ഒരു കണ്ണാടി മാളികയ്ക്കകത്ത് സ്നേഹമുള്ള ആദമിനെയും ഹവ്വയെയും വെച്ച് ആ ഏദൻ തോട്ടത്തിൽ ദൈവം പണിത ആ ഒരു സ്നേഹത്തിൻ്റെ കുടുംബമുണ്ട്. അത് ദൈവത്തിൻ്റെ ഭവനമായിരുന്നു. നാം ദൈവത്തിൻ്റെ ഭവനക്കാർ. ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് അവരെ വശീകരിച്ച് ആ സർപ്പം അവരെ വലിച്ച് ഇറക്കിക്കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന്, ഏദന്റെ അനുഭവത്തിൽ നിന്ന് അവരെ വലിച്ച് ഇറക്കി പുറത്ത് കൊണ്ടുവരികയാണ്. അതാണ് സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊരിന്ത്യലേഖനം 11 അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. അപ്പൊ ഏദനിൽ പുറത്തിറക്കിക്കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ പളുങ്കുപാത്രം, ദൈവത്തിന്റെ സ്വപ്നം, ദ ഡ്രീം ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ സ്വപ്നമാണ് മനുഷ്യവർഗം. ദൈവത്തിന്റെ സ്വപ്നം, ദൈവത്തിന്റെ ഒന്നാമത്തെ സ്വപ്നമാണ് ഏതാണ്? ഈ പ്രപഞ്ചവും, സൃഷ്ടപ്രപഞ്ചം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ പ്രപഞ്ചം ഇപ്പൊ ആധുനിക സയൻസ് പറയുന്നത് പ്രകാശത്തിന്റെ വേഗത്തിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക. ഇന്നുവരെ പ്രപഞ്ചത്തിന്റെ വളർച്ച നിന്നിട്ടില്ല. പ്രപഞ്ചം ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വികസിച്ചുകൊണ്ടിരിക്കുക. അതായത് എത്ര വേഗത്തിലാണ് പ്രപഞ്ചം വികസിക്കുന്നറിയോ? പ്രകാശ വേഗത്തിൽ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചം ഓരോ സെക്കൻഡിലും 3 ലക്ഷം കിലോമീറ്റർ വീതം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു സ്വപ്നമായിട്ട് ഈ പ്രപഞ്ചം ഇരുന്നത്. ഈ ഒന്നുമില്ലാഞ്ഞ ആ സമയത്ത്, ഒന്നും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഹൃദയത്തിലെ ഒരു സ്വപ്നമായിരുന്നു, ഒരാശയമായിരുന്നു ഈ പ്രപഞ്ചം. കാരണം ഈ പ്രപഞ്ചം ആദ്യം രൂപപ്പെടുന്ന ദൈവത്തിന്റെ ഹൃദയത്തില. ഇന്നും അങ്ങനെയാ. ഇപ്പൊ നമ്മള് ബുർജ് ഖലീഫ് കാണുകയാണ്, ദുബായ് ചെന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം. ആ കെട്ടിടം ഇന്ന് നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ കെട്ടിടം രൂപപ്പെടുന്നതിന് മുമ്പ് അത് ഒരു കടലാസിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനകത്തൊരു പ്ലാനായി ആദ്യം രൂപപ്പെടുകയാണ്. പിന്നെ അതൊരു 3D പ്ലാനായി രൂപപ്പെട്ടു. ആ 3D പ്ലാനായി രൂപപ്പെടുന്നതിന് മുമ്പ്, ആ ഗ്രാഫിക്സ് ആയി വരുന്നതിന് മുമ്പ്, അത് ഏതെങ്കിലും പേപ്പറിൽ എഴുതപ്പെടുന്നതിന് മുമ്പ്, കോറിയിടപ്പെടുന്നതിന് മുമ്പ് ആ ബുർജ് ഖലീഫിന്റെ ആർക്കിടെക്റ്റിന്റെ മനസ്സിലാണ് അത് ആദ്യം രൂപപ്പെട്ടത്. അത് ലോകത്ത് ആർക്കും കാണാൻ കഴിയത്തില്ല. ഒരു വീടാകട്ടെ, ഒരു കെട്ടിടമാകട്ടെ, ഒരു പദ്ധതിയാകട്ടെ, എന്തുമാകട്ടെ, അത് ആദ്യം ഒരാളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മനസ്സിന്റെ അകത്ത്, മറ്റാർക്കും കാണാത്ത വിധത്തിൽ. പിന്നെ അത് അടുത്ത ആളോട് ഷെയർ ചെയ്യാണ്. കം ലെറ്റ് us make a ബുർജ് ഖലീഫ. അങ്ങനെയാ. അപ്പൊ ആ ആള് കൈ കൊടുക്കുകയാണ്. എന്നിട്ട് ആ പ്രോജക്റ്റ് വെച്ചിട്ട് പിന്നെ അവർ പ്ലാൻ വരച്ചിട്ട് അവരെ 3D ഇമേജ് ഉണ്ടാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? എക്സിക്യൂട്ട് ചെയ്യാണ്. അങ്ങനെയാണ് എല്ലാം ലോകത്തുണ്ടാകുന്നത്. ആദ്യം മനസ്സിലാണ് രൂപപ്പെടുന്നത്. ഇത് ദൈവത്തിന്റെ മനസ്സിന്റെ അകത്ത് ആണ് ആദ്യം ഈ പ്രപഞ്ചം ഉണ്ടായത്. അന്നൊന്നുമില്ലായിരുന്നു. ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ആ മനസ്സിന്റെ അകത്ത് രൂപപ്പെട്ട ആ പ്രപഞ്ചത്തെ ദൈവം എന്ത് ചെയ്യുക? പുറത്തോട്ട് റിലീസ് ചെയ്യാണ്. ഉളവാകട്ടെ. കണ്ടോ? ദൈവത്തിന്റെ ആജ്ഞാശക്തിയാണ്.
ആ ആജ്ഞാശക്തിയാണ് ഈ കോടാനുകോടി വർഷങ്ങൾക്കിപ്പുറത്തും ആ വചനത്തിന്റെ കമ്പനങ്ങൾ അവസാനിച്ചിട്ടില്ല. ദൈവം അന്ന് ഉരച്ചെയ്ത വചനത്തിന്റെ കമ്പനം ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ വികസിച്ചുകൊണ്ടിരിക്കുക, വിരിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം അങ്ങനെ ഉളവാകട്ടെ എന്ന് പറഞ്ഞ് ഈ കോടാനുകോടി നക്ഷത്രങ്ങളെ, ഈ മുഴു ഗാലക്സികളെയും, ഈ ഗാലക്റ്റിക് ഫിലമെന്റുകളെയും സൂപ്പർ ക്ലസ്റ്ററുകളെയും ഈ മുഴു പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം താൻ കൈകളാൽ മെനഞ്ഞ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ വെച്ചു. ദൈവത്തിന്റെ സ്വപ്നത്തിലെ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ആ സ്വപ്നമായിരുന്നു മനുഷ്യവർഗം. ആ ദൈവത്തിന്റെ പളുങ്ക് സ്വപ്നത്തിനെതിരെയാണ് സാത്താൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞത്. ഏദനിൽ അത് ഉടഞ്ഞു പോയി. ബ്രോക്കൺ പീസസ്. ദൈവത്തിന്റെ ഹൃദയം തകർന്നു. അവിടെയാണ് ആദമിനെ ദൈവം അരയാടെയൊക്കെ കൊടുക്കുന്നത്. ആ സ്വപ്നത്തെ റീകൺസ്ട്രക്ട് ചെയ്യുവാൻ ഗോഡ് സെൻഡ് ഹിസ് സൺ. ദൈവം തന്റെ പുത്രനെ അയച്ചു. എല്ലാ ബ്രോക്കൺ പീസസും പെറുക്കും, ആദാമിന്റെ സർവ്വസന്താനങ്ങളെയും. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ തിയോളജി, ദൈവത്തിന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ, അതാണ് ഞാൻ പറഞ്ഞത്, ഓൺലി ദ സൺ നോസ് ദ ഫാദർ. പുത്രന് മാത്രമേ പിതാവിന്റെ ഹൃദയം മനസ്സിലാകത്തുള്ളൂ. ആ പുത്രന് മാത്രം മനസ്സിലായ പിതാവിന്റെ ഹൃദയത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രാർത്ഥനയും ഉപദേശവുമാണ് ഈ ഓർത്തഡോക്സ് ചർച്ചിന്റെ തിയോളജിയിൽ ഉള്ളത്. ഇത് പെന്തക്കുസ്താ സഭക്കാർക്ക് അവകാശപ്പെടാൻ കഴിയത്തില്ല. എന്നോട് പിണങ്ങരുത്. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും 100% വേണ്ട, 90% വേണ്ട, 80% വേണ്ട, ഞാനും കുറച്ച് പേരും 5% പോലും വേണ്ട, ലെസ് ദാൻ 5% വേണ്ട. ബാക്കി 95%നെ നരകത്തിൽ തള്ളിയിടുകയാണ്. ലെസ് ദാൻ 5% ഈസ് പരാജിതനായ ദൈവമാണ്. ഇവിടെയോ ജയാളിയായ ദൈവം, സ്നേഹവാനായ ദൈവം, മുഴു പ്രപഞ്ചത്തെയും വാരി പുണരുന്ന ദൈവം, ഷെപ്പേർഡ് ഹാർട്ട്. അതാണ്. അപ്പം ആ ഉടഞ്ഞ കഷണങ്ങളെ പെറുക്കുകയാണ്. ഇപ്പം നിങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സാധനം താഴെപ്പോയി. ഇപ്പം ഇവിടെ അമേരിക്ക ഞാനൊരു സാധനം മേടിച്ചുകൊണ്ട് പോകും, എൻ്റെ നിന്നൊരു സാധനം താഴെപ്പോയി. ഒരിക്കലും കുനിഞ്ഞെടുക്കത്തില്ലത്. അത് വേണമെങ്കിൽ അത് ക്ലീൻ ചെയ്ത് ട്രാഷിൽ കളയും. പക്ഷേ നമ്മുടെ സാധനം താഴെപ്പോയി. വലിയ സാധനം, വിലയുള്ള സാധനം പൊട്ടാതെയൊക്കെ ഇരിക്കണം. പക്ഷെ ഇത് താഴെ വീണിട്ട് പൊട്ടിച്ചെതറിപ്പോയി. ഇപ്പൊ മുട്ടുകുത്തിയിരുന്ന് ഓരോ പീസും പെറുക്കുകയാണ്. സ്മോൾ പീസ് വരെ പെറുക്കുകയാണ്. ഇറ്റ്സ് എ ഷെയിംഫുൾ ആക്ട്. ആ ഷെയിംഫുൾ ആക്ടിന് വേണ്ടിയാണ് ദൈവം പുത്രനെ അയച്ചത്. ആ ഷെയിംഫുൾ ആക്ടിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവസാനത്തെ ചെറിയ കഷണത്തെ വരെ പെറുക്കിയെടുക്കാൻ വേണ്ടി ഗോഡ് സെൻഡ് ഹിസ് സൺ. അതുകൊണ്ടാണ് കർത്താവ് വന്നിട്ട് തന്റെ അജണ്ട പറയുന്നത്. ആ കാട്ടിൽ ഒരാട് കാണാതെ കിടപ്പുണ്ട്. ഈ വീട്ടിലെ തറയിലെ വൈക്കോലിനടിയിൽ ഒരു നാണയം കാണാതെ കിടപ്പുണ്ട്. ഇപ്പൊ പറയാണ് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, അപമാനകരമായ കാര്യം, ആ കുടുംബത്തിന് അപമാനമാണ്, ഈ വീട്ടുകാർക്ക്, ഈ വീടിന് അപമാനമാണ്. ഏതാ വീട്? ദൈവത്തിന്റെ വീടാണ്, ദൈവത്തിന്റെ ഭവനം. അപമാനകരമായ കാര്യം സംഭവിച്ചു. ഇളയവൻ വന്ന് വസ്തുവിൽ പങ്കു ചോദിച്ചു. നമുക്ക് സ്റ്റോറി അറിയാം. പിതാവ് വസ്തുവിൽ പകുത്തു കൊടുത്തു. എന്നാൽ അത് അവന്റെ വസ്തുവാണെന്ന് വെക്കാതെ എന്ത് ചെയ്തു? ഏറെ നാൾ കഴിയും മുമ്പ് അവൻ സകലതും വിറ്റ് കാശാക്കി. ഹി എൻകാഷ്ഡ് എവരിത്തിങ് ഇൻ എ ഷോർട്ട് ടൈം. കിട്ടേണ്ട വിലയൊന്നും കിട്ടിക്കാണത്തില്ല, അറിയാമല്ലോ, പെട്ടെന്ന് വിൽക്കുമ്പോൾ. അവനെല്ലാം എന്ത് ചെയ്തു? ചുരുട്ടിക്കൂട്ടി അവിടെ നിന്ന് യാത്രയായി ദൂരദേശത്തേക്ക് പോയി ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. കണ്ടോ, ഒരു യഹൂദന്റെ വിദൂര ചിന്തയിൽ പോലും വരാത്ത ഒരു കാര്യമാണ് പന്നികളെ മേയ്ക്കുക എന്നുള്ളത്. അപ്പം അത്രയും ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം പന്നി അറാമാണ്. പന്നി നിഷിദ്ധ വസ്തുവാണ്, നികൃഷ്ട ജീവിയാണ്, വിലക്കപ്പെട്ട ജീവി. അപ്പോൾ പന്നിയെ മേയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇത് കേട്ടപ്പോൾ കേൾവിക്കാർക്ക് അരിശം വന്നുകൊണ്ടിരുന്നു. പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. കണ്ടോ, എത്ര ഷെയിംഫുള്ളാണ്.
എങ്കിലും ആരും അവൻ അതുപോലും കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ ഇതാണ് സുബോധം. ഇതാണ് നമ്മൾ പറയുന്ന ഗോസ്പൽ. അതാണ് കോൺഷ്യസ് അവയർനെസ് എന്ന് ഞാൻ തുടർച്ചയായി പറയുന്നത്. ആ കോൺഷ്യസ് അവയർനെസ് വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ഫാദേഴ്സ് ഹൗസ്, പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർത്തു. അവൻ മനസ്സിലാക്കുകയാണ് പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ വാത്സല്യം, പിതാവിന്റെ സാന്നിധ്യം, പിതാവിന്റെ ഭവനത്തിലേക്ക് പോകണം. കണ്ടോ? ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഉണരുകയാണ്. അവൻ അവിടെ നിന്ന് വിട്ടുപോരാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു പോകാൻ അതിനേക്കാൾ അധികം കാരണങ്ങളുണ്ട്. ഞാൻ എഴുന്നേറ്റ്, അവൻ പറയാണ്, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ അപ്പൻ വഴിക്കണ്ണുമായി കാത്തിരിക്കുകയായിരുന്നു. ഈ മകൻ വീട് വിട്ടു പോയ അന്ന് മുതൽ ഇന്ന് വരെ എപ്പോഴും അപ്പൻ ആ തിണ്ണയിൽ വന്നൊരു കസേരയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങ് വഴിയുടെ അറ്റത്തേക്ക് നോക്കിയിരിക്കും. രാത്രി ആയി കഴിഞ്ഞ് അകത്ത് പോകത്തുള്ളൂ. എല്ലാ ദിവസവും ഇതാ. വെയിറ്റിംഗ് ഫാദർ, കാത്തിരിക്കുന്ന പിതാവാണ്. അതുകൊണ്ട് ദൂരെ വെച്ച് ഇവനെ കണ്ടപ്പോ ഈ പിതാവ് ഓടിച്ചെന്നു അവന്റെ അടുക്കലേക്ക്. അവൻ ഇങ്ങോട്ട് വരാൻ വെയിറ്റ് ചെയ്തില്ല. ചില ആളുകൾ പറയും, നമ്മൾ ദൈവത്തിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം അടുത്ത സ്റ്റെപ്പ് വെക്കും, പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കും, ദൈവം അടുത്ത സ്റ്റെപ്പ് വെക്കും, നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കും, ദൈവം അടുത്ത സ്റ്റെപ്പ് വെക്കും. അങ്ങനെ നമ്മൾ 500 സ്റ്റെപ്പ് വെക്കും, ദൈവം 501ാമത്തെ സ്റ്റെപ്പ് വെച്ചു. ഇങ്ങനെ 1000 സ്റ്റെപ്പ് അകലെയായിരുന്നു. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം 999 സ്റ്റെപ്പ് വെച്ച് നമ്മുടെ അടുക്കിലേക്ക് വരും. ആണോ? അങ്ങനെയല്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും വെക്കണ്ട. നമ്മൾ 1ാമത്തെ സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി തിരിയുമ്പോൾ തന്നെ 1000 സ്റ്റെപ്പും വെച്ച് ദൈവം നമ്മളെ വാരിപ്പുണരും. ജസ്റ്റ് ടേൺ. അതാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഉണരുക. ദൈവത്തിന്റെ ഹൃദയം നമുക്കായി തുടിക്കുന്നു. എഫ്രായിമേ, നീ എൻ്റെ ഓമനക്കുട്ടനല്ലയോ, നീ എൻ്റെ വാത്സല്യ ഭാജനമല്ലയോ, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടിയാണ് തുടിക്കുന്നത്. ഈ തിരിച്ചറിവ്, ഈ ദൈവത്തിന്റെ സ്നേഹത്തെ, ഈ ഹൃദയത്തിന്റെ തുടിപ്പിനെ കാണിക്കാനാണ് ഗോഡ് സെൻഡ് ഹിസ് സൺ. കാരണം അതിനു മുമ്പ് പല ആളുകളെയും അയച്ചെങ്കിലും അവർ വന്ന് പലതും അവരുടെ കാഴ്ചപ്പാടിലാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ഹൃദയത്തെ അതേപടി കാണിക്കുവാൻ, റിഫ്ലക്റ്റ് ചെയ്യുവാൻ, ദൈവത്തിന്റെ ഹൃദയത്തെ, ദൈവത്തിന്റെ സ്നേഹത്തെ അതേപടി പ്രതിഫലിപ്പിക്കുവാൻ എല്ലാവരും പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ദൈവത്തിന് തന്റെ പുത്രനെ അയക്കേണ്ടി വന്നത്. സോ ഗോഡ് സെൻഡ് ഹിസ് സൺ. എന്നിട്ടാണ് പുത്രൻ വന്നിട്ട് പറയുന്നത്, ആരും ഒരു നാളും പിതാവിനെ അറിഞ്ഞിട്ടില്ല, പുത്രനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല, പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പുത്രനെയും അറിയുന്നില്ല. ആ ലവ് റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇത് സ്നേഹമാണ്, സ്നേഹത്തിന്റെ സാഗരമാണ്, ആഴമായ സ്നേഹമാണ്. നിങ്ങളുടെ മതബോധങ്ങൾക്ക് ഇത് വിരുദ്ധമായിട്ട് തോന്നാം, ഇത് അന്യമായിട്ട് തോന്നാം. മതബോധമുള്ള പരീശനും ശാസ്ത്രിക്കും ഇത് അസഹ്യമായിട്ട് തോന്നാം, പരീശനും ശാസ്ത്രിക്കും ഇത് അസഹ്യമായിട്ട് തോന്നാം, ചുങ്കക്കാരനും പാപിക്കും ഇത് അവിശ്വസനീയമായിട്ട് തോന്നാം. പാപികൾക്കും ചുങ്കക്കാർക്കും അവിശ്വസനീയമായി തോന്നുന്നതും പരീശനും ശാസ്ത്രിക്കും അസഹ്യമായി തോന്നുന്നതുമാണ് സത്യസുവിശേഷം. ആ സത്യസുവിശേഷമാണ് ക്രിസ്തു കൊണ്ടുവരുന്നത്. ആ സത്യസുവിശേഷമാണ് ക്രിസ്തു കൊണ്ടുവരുന്നത്. അതാ നമ്മൾ ആദ്യം കേട്ട പാട്ട്, രഹസ്യം രഹസ്യം ഉടയോനരുളി. അപ്പം രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. അപ്പം ആ സത്യസുവിശേഷത്തിലേക്ക് ആണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് ഓഡിയൻസിന്, പരീശനും ശാസ്ത്രിക്കും ഇത് അസഹനീയവും, ചുങ്കക്കാരനും പാപിക്കും ഇത് അവിശ്വസനീയവുമാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇത് യഹൂദന് ഇടർച്ചയും യവനന് ഭോഷത്വവും നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിന്റെ വചനം, ക്രൂശിന്റെ വചനം. ഇപ്പൊ രണ്ട് ഓഡിയൻസ് നിൽക്കുകയാണ്. അപ്പൊ ഇളയവൻ തിരിച്ചിപ്പം വരികയാണ്. തിരിച്ചു വന്നപ്പോൾ പിതാവ് ഓടിച്ചെന്ന് അടുത്ത് അവന്റെ കഴുത്തിൽ ചുംബിച്ചു. ചുംബനം പല വിധത്തിലുണ്ട്. യൂദ ചുംബിക്കുന്നുണ്ട് കർത്താവിനെ. അതരത്തിലുള്ള ചുംബനമുണ്ട്, പാദങ്ങളിലുള്ള ചുംബനമുണ്ട്, നെറ്റിയിലുള്ള ചുംബനമുണ്ട്, കഴുത്തിലുള്ള ചുംബനം. നോക്ക്, കഴുത്തിൽ ചുംബിച്ചു. മേത്തരമായ അങ്കി അവനെ ധരിപ്പിപ്പീൻ, അവന്റെ കാലുകൾക്ക് ചെരുപ്പിടിവിപ്പീൻ, അവന്റെ കൈക്ക് മോതിരമിടിവിപ്പീൻ. അപ്പൊ അവിടെ എല്ലാം കരുതി വെച്ചിരിക്കുകയാണ്. കരുതി വെച്ചിരിക്കുന്ന പിതാവ്, കാത്തിരിക്കുന്ന പിതാവ്, കരുതി വെച്ചിരിക്കുന്ന പിതാവാണ്. അവന്റെ കയ്യിൽ മോതിരം ഇടിവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ മുദ്രമോതിരമാണ്, സീല് വെക്കാൻ. ആ മോതിരം വെച്ച് സീല് വെച്ചാൽ എല്ലാം രേഖയാകും, അധികാരമാണ്. അത്രമാത്രം ആ കുടുംബത്തിലെ അംഗമായി മാറുകയാണ്. നോ പ്രൊബേഷണറി പീരീഡ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ വർഷിച്ചിരിക്കുന്നത്. നാം അങ്ങനെ ആകുന്നു താനും. ബിഹോൾഡ് വാട്ട് മാനർ ഓഫ് ലവ്. എത്ര അധികമായ സ്നേഹം. എന്നാൽ ഇവൻ ഇങ്ങനെ പോയച്ചൊക്കെ വന്നല്ലേ ഇവനെ ഒരു കുറച്ചുനാൾ ഒരു നിരീക്ഷണത്തിൽ നിർത്തി, ഒരു ഓറിയന്റേഷനൊക്കെ വീണ്ടും കൊടുത്ത് ഒരു പ്രൊബേഷണറി പീരീഡ്. നോ, വന്നപ്പോഴേ പറയാണ് അവനെ മോതിരം കൊടുപ്പി. ഹീസ് അക്സെപ്റ്റഡ്, ഹീസ് ഇൻക്ലൂഡഡ്, ഹീസ് ഇൻവോൾവ്, ഹീസ് ഓണേർഡ്. കണ്ടോ, അവൻ മാനിക്കപ്പെട്ടിരിക്കുന്നു, അവൻ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു, അവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യു ആർ ഇൻക്ലൂഡഡ്. നൗ യു ബിലോങ് ടു ദിസ് ഡിവൈൻ ഫാമിലി. നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്. ഇതാണ് ഇൻക്ലൂഷൻ, ഇതാണ് അഡോപ്ഷൻ. അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി. ആ കുടുംബത്തിന്റെ നാഥൻ ധരിക്കുന്ന ഏറ്റവും മേത്തരമായ അങ്കിയുണ്ട്. അങ്ങ് അകത്തെ റൂമിലെ വാർഡ്രോബിൽ തൂക്കിയിരിക്കുന്ന ആ കുടുംബ സ്വത്തായിരിക്കുന്ന ആ അങ്കി എടുത്ത് ഈ അലഞ്ഞു തിരിഞ്ഞു വന്നവനെ ധരിപ്പിക്കുകയാണ്. ചെരുപ്പിടിവിച്ചത് കൂടാതെ ആ കുടുംബത്തിന്റെ മുദ്രയുള്ള മോതിരം ഇവന്റെ കയ്യിലേക്ക് ഇടുകയാണ്. നിർമ്മലസൂനുവിനെ അയച്ചോനാം ആത്താതൻ സ്തുത്യൻ ശുദ്ധൻ, നിർമ്മലമാമുദരത്തിങ്കൽ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി. അവനോടു തുല്യം നാമാകാൻ. കണ്ടോ, അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചിടുവാൻ. നമ്മെ തൻ പിതൃസുതരാക്കി അവനോട് തുല്യം നാം ആകാൻ. ആ കുടുംബത്തിലേക്ക് ഈക്വൽ പവറിൽ, ഈക്വൽ പൊസിഷനിൽ, ഈക്വൽ പ്രിവിലേജിൽ നമ്മെ കൊണ്ടുവരികയാണ്. അവനുള്ളതൊക്കെ ഷെയർ ചെയ്യുക. എത്ര വികലമായ സുവിശേഷമാണ് നാം കേട്ടത്. എത്ര വികലമായ സുവിശേഷം. നമ്മെ ദരിദ്രരും, നമ്മെ അന്യരും, നമ്മെ വെറും യാചകരുമാക്കി മാറ്റുന്ന സുവിശേഷം, അഭയാർത്ഥികളാക്കി മാറ്റുന്ന സുവിശേഷം, ടെന്റടിച്ച് കാവൽ കിടക്കുന്ന, ഒരു ബോർഡിംഗ് പാസ് കിട്ടുമോ എന്ന് കരുതി കാത്തിരിക്കുന്ന തരത്തിലുള്ള സുവിശേഷം. ആ സുവിശേഷമാണ് നമ്മൾ കേട്ടത്. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലേ,
അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ, എന്നു തീരുമെന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ. കഷ്ടം. അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവശിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചിടുവാൻ. മനസ്സിലായ ആ വ്യത്യാസം? ഈസ്റ്റും വെസ്റ്റുമായിട്ടുള്ള വ്യത്യാസം. എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിൽ. ഈസ്റ്റ് പറയാണ് അതാണ് അവൻ നമ്മുടെ അടുത്തേക്ക് വന്നു. He came to us. He came to us. He came to us. കാട്ടിൽ നഷ്ടപ്പെട്ട ഒരാട്, ആ ആടിനെ അന്വേഷിച്ച് പോവാണ് ഇടയൻ. കണ്ടെത്തിയാൽ അതിനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് വരികയാണ്. ആഹാ, നീ പോയോ, നിന്റെ അനുസരണക്കേടല്ലേടാ എന്ന് പറഞ്ഞ് 2 ചാർത്തങ്ങ് ചാർത്തി. അങ്ങനെ യേശു പറഞ്ഞോ? അങ്ങനെ യേശു പറഞ്ഞോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ഗോഡ് മീറ്റ്സ് എ സിന്നർ. വെസ്റ്റേൺ തിയോളജിയിൽ ഒരു പ്രമുഖനാണ് ഒരു ജൊനാഥൻ എഡ്വേർഡ്സ്. നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കാണാം. അദ്ദേഹത്തിന്റെ ഫേമസ് പ്രസംഗം ഉണ്ടായിരുന്നു, എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആംഗ്രി ഗോഡ്. എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആംഗ്രി ഗോഡ്. അത് വെസ്റ്റേൺ റിവൈവൽ ഉണ്ടാക്കുകയാണ്. കാരണം അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും ആളുകൾ ഉച്ചത്തിൽ നിലവിളിക്കുമായിരുന്നു. നിലവിളിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ ആയിരങ്ങളല്ല 10,000 ജൊനാഥൻ എഡ്വേർഡ്സിന്റെ തടിച്ച കണ്ണട വെച്ച് അയാൾ ഈ പ്രസംഗം വായിച്ചു കഴിയുമ്പം ആളുകൾ പിഴയ്ക്കും. ഒരിക്കൽ പോലും ആ പ്രസംഗം മുഴുവൻ വായിക്കാൻ ഒരു വേദിയിലും സാധിച്ചിട്ടില്ലെന്നാണ്. കാരണം അത് വായിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ട്രെംബ്ലിംഗ് ആൻഡ് ഫിയർ, ഭയത്തോടും വിറയലോടും കൂടെ ചെന്ന് യേശുവിനെ സ്വീകരിക്കുമായിരുന്നു. പേടിപ്പിക്കുന്ന സുവിശേഷം. ആ പ്രസംഗം ഇന്ന് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കിട്ടും. ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ്. അയാൾ പറഞ്ഞ പ്രസംഗം ഇതാണ്, എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആംഗ്രി ഗോഡ്. കോപിഷ്ഠനായ ദൈവത്തിന്റെ കരങ്ങളിൽ പിടയുന്ന പാപിയുടെ ചിത്രം. ഇതാണ് വെസ്റ്റേൺ ഗോസ്പൽ പ്രസംഗിക്കുന്നത്. എന്നാൽ ഈസ്റ്റേൺ ഗോസ്പൽ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ കർത്താവിന്റെ സത്യ സുവിശേഷം, ആ സത്യമുള്ള സഭ, ശുദ്ധമായ സഭ പ്രസംഗിക്കുന്ന സുവിശേഷം യേശു പഠിപ്പിച്ചത്. ഈ ദൈവം ഒരു പാപിയെ മീറ്റ് ചെയ്യാണ്. ദൈവം പാപിയെ മീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പറയാണ്, കണ്ടുകിട്ടിയാൽ സന്തോഷിക്കും. സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി സന്തോഷിക്കും. ചുമലിലെടുത്തു കൊണ്ടുവരും. നോ ചാസ്റ്റൈസിങ്, നോ പണിഷ്മെന്റ്, നോ പെനാൽറ്റീസ്. എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ലവിംഗ് ഗോഡ്. A sinner in the hands of a loving God, not in the hands of a angry God. അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി. പക്ഷേ ഞാൻ ഈ ഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിലെ ഓർത്തഡോക്സുകാരുടെ കാര്യമായി പറയുന്നത് ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെ ഓർത്തഡോക്സ് കൺവെൻഷനും അവരുടെ മെസ്സേജും ഒക്കെ ഓർത്തഡോക്സും യാക്കോബായും എല്ലാം നമ്മൾ കാണുന്നതാണ്. അവരെല്ലാം വെസ്റ്റേൺ തിയോളജിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റേൺ ഗോസ്പൽ. അവരും വെസ്റ്റേൺ ഗോസ്പലാണ് പറയുന്നത്. പക്ഷെ അവരുടെ ഒറിജിനൽ ഈസ്റ്റേൺ ഗോസ്പലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈസ്റ്റേൺ പറഞ്ഞാൽ നല്ലത്. ഈസ്റ്റേൺ ഗോസ്പൽ ഇതാണ്, ഗോഡ് വിസിറ്റഡ് മേൻസ് ഡാർക്ക്നെസ്. ദൈവം മനുഷ്യന്റെ അന്ധകാരത്തെ സന്ദർശിച്ചു. എനിക്കാണ് ചിരിയ. അബദ്ധം പറ്റിയത് എനിക്ക് മാത്രമല്ല, എനിക്ക് അബദ്ധം പറ്റി, ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ എത്രയോ അതിനകത്ത് നിൽക്കുന്നവർ അബദ്ധത്തിലാണ് കിടക്കുന്നത്. അവർ പള്ളികളിൽ മുഴുവൻ പെന്തക്കോസ് പാട്ട് പാടുക, പെന്തക്കോസ് സുവിശേഷം പ്രസംഗിക്കുക, യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിപ്പിക്കുക. നമ്മളെ യേശുവിനെ സ്വീകരിക്കുന്ന അല്ല സുവിശേഷം. നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്ന അല്ല സുവിശേഷം. ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം.
ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടൊന്ന് അറപ്പി, നാം തിന്നാനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ബാക്ക് ടു ദ ഫാമിലി. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെയോ. എന്നു തീരും എൻ്റെ കഷ്ടം. രഹസ്യം രഹസ്യം ഉടയോനരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. സ്വർഗാധിനാഥ മഹത്വമണാള, സ്തുതിയെന്നു ഞങ്ങൾ ഘോഷിക്കുന്നു. എവിടെ പോയി വ്യത്യാസം? ആ സുവിശേഷമാണോ എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലെ? ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. എന്തിനാണ്? നമ്മെ ആ ഫാമിലിയിലേക്ക് എംപ്രൈസ് ചെയ്യുവാൻ. നിത്യാലിംഗനങ്ങളുടെ ധാരാളിത്തമാണ്. നിത്യാലിംഗനങ്ങളുടെ ധാരാളിത്തം. ലക്ഷറി ഓഫ് ഹിസ് എറ്റേണൽ എംബ്രൈസിങ്സ്. എന്തൊരു ലക്ഷറിയാണ്! ആ ധാരാളിത്തം അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇത്രയാണ് നമ്മൾ കണ്ട പിക്ചർ. അപ്പം ആ സ്റ്റോറിയുടെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നത് യങ്ങർ സൺ, ഇളയ മകനെയാണ് കാണുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മൂത്തൊരുത്തൻ അവിടെയുണ്ട്, ആ വീട്ടിലുണ്ട്, അവിടെയുണ്ട് അവൻ ആരാണ്? ഒബീഡിയന്റ് പേഴ്സൺ, റിലീജിയസ് പേഴ്സൺ. ഇത്രയും ഭക്തനായ മനുഷ്യൻ. അവൻ വയലിൽ പോയിരിക്കുക. രാവിലെ ഭയങ്കര ഉത്തരവാദിത്തം, വൈകുന്നേരം വയലിൽ നിന്ന് വരുന്നു. അവൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ പാട്ടും കണ്ടോ. അപ്പൊ അവന് മനസ്സിൽ വിഷമം വന്നിട്ട് അവൻ വീട്ടിലകത്തോട്ട് കയറാൻ മനസ്സില്ല. ഒരു വേലക്കാരനെ വിളിച്ചു. സ്വന്തം വീട്ടിലെ കാര്യം അന്വേഷിക്കാൻ അവൻ വേലക്കാരനെ വിളിക്കുകയാണ്. അപ്പൊ അവൻ ആ വീട്ടിലുള്ളവനാണെങ്കിലും അവൻ മനസ്സുകൊണ്ട് ആ വീട്ടിനകത്തല്ല. ഒരുത്തൻ വീട്ടിനകത്തില്ല, അങ്ങ് ദൂരെയായിരുന്നു. പക്ഷേ വീട്ടിലുണ്ട് എന്ന് പറയുന്നവൻ, ഫിസിക്കലി വീടിനകത്തുള്ളവൻ, ഇമോഷണലി മെന്റലി അവൻ വീടുമായിട്ട് ബന്ധമില്ല, അപ്പനുമായിട്ട് ബന്ധമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓർത്തഡോക്സ് അല്ലെങ്കിൽ സുറിയാനി സഭയ്ക്കകത്ത് നിൽക്കുന്ന ആളുകളുണ്ട്, സഭ വിട്ടുപോയവരുണ്ട്. സഭയ്ക്കകത്ത് നിൽക്കുന്ന ആളുകൾ അകത്ത് ഫിസിക്കലി നിൽക്കുന്നതേ ഉള്ളൂ, പക്ഷെ മനസ്സുകൊണ്ട് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. മൂത്തപുത്രൻ നിൽക്കുന്നതല്ലേ, ഒന്നും സംഭവങ്ങളൊന്നും അറിയുന്നില്ല, അവിടെ നടക്കുന്ന കാര്യം അറിയുന്നില്ല. അവിടെ പാടുന്നത് എന്തിനാന്ന് വെച്ചാൽ അവിടെ വായിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ മൂത്തപുത്രൻ വന്നു കഴിയുമ്പോൾ പാട്ട് കേൾക്കാം, അവന്റെ അകത്തോട്ട് കയറുന്നില്ല. അവനിത് കേട്ടിട്ട് സന്തോഷമൊന്നും വരുന്നില്ല. പാടുന്നുണ്ട്, അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനോ. അപ്പൊ അപ്പൻ എന്ത് ചെയ്തു? അപ്പൻ ആ വിരുന്നിനിടയിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്നു. കണ്ടോ, ഷെയ്മ, അപമാനമാ. പിന്നെ എ സീക്വൻസ് ഓഫ് ഷെയിം, ഷെയിംഫുൾ ആയിട്ട് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് വരികയാണ്. ഷെയിം അപ്പോൺ ഷെയിം, ഷെയിം അപ്പോൺ ഷെയിം, ഷെയിം അപ്പോൺ ഷെയിം. അപമാനത്തിന് മേൽ അപമാനത്തിന് മേൽ അപമാനത്തിന് മേൽ പിന്നെ അപമാനം. ആ ഒരു പാർട്ടിക്കകത്ത് നിന്ന് അപ്പൻ ഇറങ്ങി പുറത്തു വന്ന് ഇരുട്ടത്ത് നിൽക്കുക. ഈ മൂത്ത മകൻ മുറ്റത്തിന്റെ കോണി അവിടെ വന്ന് അവനോട് പറയുകയാണ്, അവനോട് അപേക്ഷിച്ച്, അപ്പം വന്ന് അപേക്ഷിച്ച് പ്ലീഡ് ചെയ്യുകയാണ്, മോനെ നീ അകത്തോട്ട് കയറുക. അവൻ പറയുകയാണ്, അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. അപ്പൻ ഒരു അറ്റാക്ക്, മൈനർ അറ്റാക്ക് വരിക. കാരണം മകനാണ്, റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇവന്റെ മനസ്സിൽ റിലേഷൻഷിപ്പ് അല്ല,
കോൺട്രാക്റ്റാ. ഇവൻ വിചാരിച്ച് ഓ ഞാൻ നിന്നെ സേവിക്കുന്നു. ഡ്യൂട്ടിഫുള്ളാ. റിലേഷൻ അല്ല, വ്യത്യാസം. നമ്മളിപ്പോൾ ഒരു കൊച്ചിനെ കൊണ്ട് ക്രഷിലാക്കുക, ഡേ കെയർ സെന്ററിലാക്കുക. ഡേ കെയർ സെന്ററിലെ ആയ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക. വൈകുന്നേരം 5 വരെയാണ്, കോൺട്രാക്റ്റാണ്. 5 മണി കഴിയുമ്പോൾ ഈ അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൊച്ചിനെ എടുക്കും. അപ്പൊ ഇവരിങ്ങനെ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുക. 4:50, 4:55, 4:58. ഇവർക്കങ്ങ് 5 ഈ കൊച്ചിനെ കൊടുത്താൽ ഇവർക്ക് പോകണം. ട്രാഫിക് പെട്ട് ഈ പാവ അമ്മ 5:05 വരുന്നുണ്ടോ, 5 മിനിറ്റ് ലേറ്റായി. ഇവർക്കങ്ങ് ആ 5 മിനിറ്റ് ഇവര് പ്രാഗി ശപിച്ച് ഈ തള്ള വരുമ്പോഴേക്കും മേലാളിങ്ങനെ ലേറ്റ് ആകരുത്. കാരണം എന്താ? ഡ്യൂട്ടിയാ. പക്ഷെ സ്വന്തം കുഞ്ഞിനെ നോക്കുകയാണല്ലോ, 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് അല്ല, മണിക്കൂറുകൾ ലേറ്റായി. ഒരു രാത്രി പനി പിടിച്ച കൊച്ചുങ്ങളെ, അസുഖമുള്ള കൊച്ചുങ്ങളെ രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാതെ കൊച്ചിന്റെ അടുത്ത് ഇരിക്കുകയാണ്. ഒരു പരാതി ആരും, നോ കംപ്ലൈൻസ്. കാരണം അത് ഡ്യൂട്ടി അല്ല, റിലേഷനാണ്. റിലേഷൻ. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന കാര്യം ഓർക്കാൻ പറ്റില്ല, 6 മണിക്കൂർ നിൽക്കണം. ഡ്യൂട്ടിയാണ്, റിലേഷൻ അല്ല. റിലേഷനാണെങ്കിൽ പ്രശ്നമില്ല. ഐസിയുവിൻ്റെ ഒക്കെ വാതൊക്കെ 2 ദിവസമൊക്കെ വെള്ളം പോലും കുടിക്കാൻ നിന്നവർ 3-ാം ദിവസം പരാതി പറഞ്ഞിട്ടില്ല, പിറുപിറുത്തിട്ടില്ല. ആള് പുറത്തിറങ്ങുമ്പോൾ സന്തോഷിച്ചിട്ടേ ഉള്ളൂ. റിലേഷൻ. ഇപ്പൊ മകൻ അപ്പനോട് പറയുക, എൻ്റെ അപ്പ ഞാൻ നിന്നെ, അപ്പാന്ന് വിളിക്കുന്നില്ല, ഞാൻ നിന്നെ ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്നെ സേവിക്കുന്നു. കണ്ടോ, ഇവൻ അതാ ചിന്തിച്ചേ. എന്നിട്ട് പറയാ, എന്നാൽ എനിക്ക് എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ എനിക്ക് ഒരിക്കലും ഒരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇവൻ ഒരിക്കൽ പോലും കൂട്ടുകൂടാൻ പോയിട്ടില്ല, ഇവൻ ഒരിക്കൽ പോലും സിനിമയ്ക്ക് പോയിട്ടില്ല, ഇവൻ ഒരിക്കൽ പോലും കള്ളു കുടിക്കാൻ പോയിട്ടില്ല, ഇവൻ ഒരിക്കൽ പോലും പെൺസുഹൃത്തുക്കളില്ല, ഇവൻ ഒരു ശല്യക്കാരനുമല്ല, ഭയങ്കര ഭക്തനാണ്, ഇവൻ വീട്ടിൽ തന്നെയാണ്, ഹൈലി റിലീജിയസ് ആണ്, വെരി പയസ് ആണ്. പക്ഷെ ഇവന്റെ ഹൃദയത്തിൽ വേറെ സിനിമ ഓടിക്കൊണ്ടിരുന്നേ. സീക്രട്ട് ഡിസയേഴ്സ്, രഹസ്യമോഹങ്ങൾ. മറ്റോൻ ഇതെല്ലാം ചെയ്തു, ഫിസിക്കലി ചെയ്തു. അപ്പൊ ഒരുത്തൻ ഫിസിക്കലി ഇതെല്ലാം ചെയ്തു, പക്ഷെ മറ്റോൻ ഇതൊന്നും ചെയ്തില്ല, പക്ഷെ ഇതെല്ലാം അടക്കി വെച്ചു. 2 മക്കളാ. ഈ 2 മക്കളെ കണ്ടിട്ട് അപ്പോസ്തലനായ പൗലൂസ് റോമാക്കാർക്ക് ലേഖനം എഴുതി പറയാണ്, നോ ഡിഫറൻസ്, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും കൊള്ളരുതാത്തവരാണ്, ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. റിലേഷൻഷിപ്പ് വിത്ത് ഫാദർ. യങ്ങർ വൺ ലോസ്റ്റ് റിലേഷൻഷിപ്പ് ഫിസിക്കലി, ഫിസിക്കൽ പ്രസൻസിൽ നിന്ന് പോയി. പക്ഷെ മൂത്തവൻ ഫിസിക്കൽ പ്രസൻസിലുണ്ട്, കൺദൃഷ്ടിയിലുണ്ട്, ആ വീട്ടിൽ തന്നെയാണ് താമസം, അവിടെ ഉണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് അകന്നുപോയി, മുറിഞ്ഞുപോയി. ബ്രോക്കൺ റിലേഷൻഷിപ്പ്. നോ ഡിഫറൻസ്. അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, നോ ഡിഫറൻസ്, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു, ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ അപ്പനെ ചിന്തിച്ചു നോക്ക്, അപ്പൻ നിൽക്കുന്ന നിപ്പ്. എനിക്ക് എൻ്റെ ചങ്ങാതികളുമായിട്ട് ആനന്ദിക്കണമായിരുന്നു, അവന്റെ ആഗ്രഹം അതാ. അവൻ ഒരിക്കലും അപ്പന്റെ സന്നിധിയിൽ ആനന്ദം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പന്റെ സന്നിധിയിലൊക്കെയാ താമസം, പക്ഷെ അവന്റെ ആഗ്രഹം, മനസ്സ് തുറന്ന് അവനൊന്ന് സന്തോഷിക്കണമെങ്കിൽ അവനൊരു മോഹമുണ്ട്. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മഞ്ഞിലേ എന്നാ, ഇന്ന് തീരും എൻ്റെ കഷ്ടം. ഈ വീട്ടിലിരുന്ന് അവൻ പാടുന്ന പാട്ടാ. ആ വരാന്തയുടെ കോണില് ഒരു ചാരു കസേരയിൽ അനന്തതയിലേക്ക് മിഴികൾ ഊന്നി അപ്പൻ ഇങ്ങനെ കിടപ്പുണ്ട്. നാട് വിട്ടുപോയ ഇളയ മകൻ വരുമോ എന്ന് വഴിയിലിട്ട് കിടക്കാൻ നോക്കുന്നു. മൂത്തവൻ വരാന്തയുടെ അങ്ങേയറ്റത്തിരിപ്പുണ്ട്. അങ്ങേയറ്റത്തിരുന്നിട്ട് അവൻ പാടുക, എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നിവൻ. നോ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് പോയി. രണ്ട് പേരാണ്. അപ്പൊ യേശു 2 സ്റ്റോറി ആദ്യം പറഞ്ഞു. ഒന്ന്, കാട്ടിൽ നഷ്ടപ്പെട്ട ഒരാടിന്റെ കഥ പറഞ്ഞു.
അത് ഈ ഇളയ മകനാണ്. കാട്ടിൽ നഷ്ടപ്പെട്ടു, ദൂരദേശത്ത് നഷ്ടപ്പെട്ടു. രണ്ടാമത് വീട്ടിൽ നഷ്ടപ്പെട്ട ഒരു നാണയത്തിന്റെ കഥ പറഞ്ഞു. അത് ഈ മൂത്തവനാ. നഷ്ടപ്പെട്ടിരിക്കുക, പക്ഷെ വീട്ടിൽ തന്നെയാ. ആള് എപ്പോഴും വീട്ടിലുണ്ട്, പക്ഷെ ലോസ്റ്റ്. അപ്പൊ കാട്ടിൽ നഷ്ടപ്പെട്ട ആട് ഇളയ മകനാണ്. അത് ലോകത്തുള്ള സിന്നേഴ്സ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, പബ്ലിക്കൻസ്, പാപികളും ചുങ്കക്കാരും വെറുക്കപ്പെട്ടവരും അധപ്പതിച്ചവരും അധമന്മാരും ഹീനന്മാരും തെമ്മാടികളും അവരെല്ലാം കാട്ടിൽ നഷ്ടപ്പെട്ടവരാണ്. പക്ഷെ വിശുദ്ധന്മാരും പുണ്യവാളന്മാരും മതഭക്തരും പരീശന്മാരും അതിവിശുദ്ധന്മാരും എല്ലാം വീട്ടിൽ നഷ്ടപ്പെട്ടു. കാട്ടിലായാലും വീട്ടിലായാലും നഷ്ടപ്പെട്ടതാണ്. അതാണ് യേശു 2 കഥ പറഞ്ഞത്. ഒന്ന് കാട്ടിൽ നഷ്ടപ്പെട്ട ഇളയ മകൻ, ഇത് വീട്ടിൽ നഷ്ടപ്പെട്ട മൂത്ത മകൻ. രണ്ടാമത്തെ കഥയും കൂടെ വന്നപ്പം ഇവർക്ക് മനസ്സിലായി, ശരിക്കും നമ്മളെയാണ് ഈ പുള്ളി പൂട്ടിയല്ലോ. കഥ 3 പറഞ്ഞപ്പം പരീശന്റെ പള്ളക്കാണ് പിച്ചാത്തി കുത്തിയത്. ലോസ്റ്റ് ഈസ് ലോസ്റ്റ്. നഷ്ടപ്പെട്ടു. കാട്ടിൽ നഷ്ടപ്പെട്ടു, വീട്ടിൽ നഷ്ടപ്പെട്ടു, ആകെ നഷ്ടം, ബന്ധമില്ല. ഇവൻ പറയാണ്, അപ്പൊ പിതാവ് പറയാണ്, മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, എൻ്റേതെല്ലാം നിന്റേതാണ്. അതാണ് ആ ബോധ്യം. എൻ്റേതെല്ലാം നിന്റേതാണ്. ദൈവഭവനത്തിലെ അംഗമല്ലേ. ആ കോൺഷ്യസ് അവയർനെസ് ഇല്ല. രണ്ടുപേരും ഒരുപോലെ അന്ധരാണ്. ഒരുത്തൻ പിതാവിന്റെ കൂടെയാണെങ്കിലും ആ പിതാവിന്റെ ഹൃദയത്തെ കാണാൻ അവന് കാഴ്ചയില്ല. മറ്റവൻ പിതാവിൽ നിന്ന് അകന്നു പോയി. കാഴ്ചയില്ലാത്ത 2 മക്കൾ. ഇതാണ് ദൈവത്തിന്റെ ചിത്രം യേശു വരച്ച് കാണിച്ചത്. അതാണ് യേശു പറഞ്ഞത്, നോ വൺ നോസ് ദ ഫാദർ. മൂത്ത മകന്റെ പ്രസംഗങ്ങള്, പ്രഭാഷണങ്ങള്, പ്രവചനങ്ങള്, ഉത്ബോധനങ്ങള്, പ്രബോധനങ്ങള്, ഇതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. മൂത്ത മകൻ ഭയങ്കര ദൈവത്തിന്റെ ആളാന്നാ പറയുന്നത്. ദൈവത്തിന് അവനാണ് വാളും കൊണ്ട് യുദ്ധത്തിന് പോയതും വെട്ടിയതും കുത്തിയതും കുന്തമെറിഞ്ഞതും ചാണ്ടിയതും. അവന്റെ പുസ്തകം മൂത്തവര് പറയുകയാണ്, ഇങ്ങനെയാണ് ദൈവം, അങ്ങനെ മറ്റേ ജാതിയാണ് ദൈവം. അപ്പൊ ഇതാണ് സംഭവം. കാട്ടിൽ നഷ്ടപ്പെട്ടതും വീട്ടിൽ നഷ്ടപ്പെട്ടതും. കാട്ടിൽ നഷ്ടപ്പെട്ടതും വീട്ടിൽ നഷ്ടപ്പെട്ടതും. ഈറന്മാർ ചൂളും കാന്തിയെ ഏന്തുന്നോൻ തരുവിന്മേൽ നഗ്നനായി തൂക്കപ്പെട്ടു. ഈറമാലാകമാർ ചൂളിപ്പോകുന്ന അത്രമാത്രം പ്രഭ ധരിച്ച ദൈവം
നഗ്നനായി കുരിശിൽ കിടക്കുന്നു. അപമാനം. സ്റ്റോറി ഓഫ് ഷെയിം, സ്റ്റോറി ഓഫ് ഹ്യൂമിലിയേഷൻ. ആ വിരുന്നിൻ്റെ നടുവിൽ നിന്ന് ആ ഫാദർ, ആ പിതാവ് ഇപ്പം ഈ ഇരുട്ടത്തിറങ്ങി വന്ന് നിൽക്കുക, മൂത്ത മകനോട് പ്ലീഡ് ചെയ്യുകയാണ്. മകനെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, എന്തും കൊടുക്കുവാൻ തയ്യാറായി. അവൻ്റെ ജീവനെ തന്നെ എടുക്കുകയാണ്, അവൻ്റെ ജീവനെ തന്നെ എടുക്കുകയാണ്, അവൻ്റെ ജീവനെ തന്നെ എടുക്കുകയാണ്. അപമാനത്തിൻ്റെ കഥകൾ. ഈ മകൻ, ഇളയ മകൻ അങ്ങ് ദൂരെ വരുന്ന കണ്ടപ്പോ ഈ പിതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാ പറയുന്നത്. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഓടാൻ പാടില്ല. കാരണം അത് അപമാനമാണ്. നടക്കുകയാണ്, കാരണം അത് പ്രതാപമാണ്. അതുകൊണ്ട് നീളമുള്ള ഗൗണ്, നീളമുള്ള കുപ്പായം, നിലത്തുകൂടെ ഇഴയുന്ന രീതിയിലുള്ള കുപ്പായം, നിലയങ്കിയാണ്. അത് ധരിച്ചാണ് പ്രമാണിമാരായ കുടുംബസ്ഥന്മാർ നടക്കുന്നത്. അനുചരന്മാരും സേവക വൃന്ദവും ഒക്കെ ഉണ്ട്. അവർ വേണ്ടി വന്നാൽ ഈ കുപ്പായത്തിന്റെ ഇഴയുന്ന കുപ്പായത്തെ വേണം അല്പം ഉയർത്തി കൊടുക്കും. ഇപ്പോൾ ആ ഗൗണിട്ട് നിൽക്കുന്ന ആ പിതാവ് ദൂരെ വെച്ച് പുത്രനെ കണ്ടപ്പോൾ ഈ ഗൗണ് പൊക്കിയെടുത്ത് കുത്തിയിട്ടാണ് ഓടുന്നത്. അല്ലാതെ ഓടാൻ പറ്റത്തില്ല. അപ്പൊ വഴിയിലുള്ള ആളുകളെല്ലാം കണ്ട് ഇന്നടത്ത് ഇന്നാര് താണ്ട വഴി ഓടിപ്പോണു. നഗ്നമായ കണങ്കാലുകൾ, നഗ്നത കാണുകയാണ്. നഗ്നത കാണുമാറ് ആ വഴിയെ ഓടുകയാണ്. കെരൂബുകൾ ആരാധിക്കുന്നവൻ, ഈറന്മാർ ചൂളിപ്പോകുന്ന പ്രഭ ധരിച്ചവൻ, അവനിപ്പോൾ യെരുശലേമിന്റെ തെരുവീതിയിലൂടെ നഗ്നനായി കുരിശും വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്റ്റോറി ഓഫ് ഷെയിം, അപമാനത്തിന്റെ കഥയാണ്. ആ പിതാവ് ആ ഇളയ പുത്രനെ എംബ്രൈസ് ചെയ്യുവാൻ, കിസ് ചെയ്യുവാൻ ആ വഴിയിലൂടെ ഓടിയതുപോലെ യേശു പറയാണ്, പ്രോഫസൈ ചെയ്യാണ് ഈ കഥ. 2 മക്കൾ കാൽവരി കുരിശിലേക്ക് നോക്കുക. ബലികളെ നീക്കുവാൻ തിരുബലിയായവൻ ആ കുരിശിൽ കിടക്കുകയാണ്, കുരിശിൽ കിടക്കുകയാണ്. ഈ മൂത്ത മകനെയും ഈ ഇളയ മകനെയും ഈ കഥയ്ക്കപ്പുറത്ത് പിന്നെ നമ്മൾ കാണുന്നുണ്ടോ? ഈ മൂത്ത മകനെയും ഈ ഇളയ മകനെയും. യേശു പറഞ്ഞ ഈ കഥയ്ക്കപ്പുറത്ത് ഈ മൂത്ത മകനും ഈ ഇളയ മകനും റിയൽ ലൈഫിൽ വരികയാണ്. ആ ക്രൂശിലേക്ക് നോക്കുക. ക്രൂശിന്റെ ഇടതുവശത്തൊരുവൻ, വലതുവശത്തൊരുവൻ. വലതുവശത്ത് കിടക്കുന്ന ഇളയ മകനാണ്. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. ഇളയ മകൻ പറയുകയാണ്, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഒന്ന് ഓർക്കണം. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇതാ ജീവിച്ചിരിക്കുന്നു. അപ്പോഴും മൂത്തവൻ അപ്പുറത്തെ കുരിശേ കിടപ്പുണ്ട്. സുറിയാനി സഭയുടെ ആരാധനയിൽ ഈ മൂത്തവനും ഇളയവനും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. 2 കള്ളന്മാരുടെ സംഭാഷണം. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2 കള്ളന്മാർ തമ്മിൽ പറയുകയാണ്, കേൾക്കുക. യേശുവിന്റെ ഇടത്തും വലത്തുമായി ആ യേശു പറഞ്ഞ കഥയിലെ മൂത്ത പുത്രനും ഇളയ പുത്രനും കിടക്കുക. ഭൂജാതികളെ വന്നെത്തി തസ്കരനാദം ശ്രദ്ധിപ്പിൻ തന്മധ്യഗതം സംവാദം നേരായാരീക്ഷിപ്പിൻ മധ്യേ കർത്താവിൻ സ്കീപ്പ ഛായാത്തൊരു ന്യായാധീപന സത്യമെഴും ത്രാസെന്നോണം തദ്ദുർഗതം
നിഖിലേശനോടോ ചോരൻ നിൻ വരവിൻ നാളോർക്കെന്നെ അവ്യയരാജേ കാരുണ്യം തടവന്യേ ഞാൻ കാണട്ടെ ഇടതുവശത്തായി ക്രൂശേറ്റോ തോഴൻ കേട്ടേവം ചൊന്ന എന്തിനിവൻ രാജാവെങ്കിൽ നിന്യസ്കീപ്പാ മേലേറി നിൻ സ്നേഹിതനാ ഞാൻ നമ്പി സ്ലീബായാൽ വീർപ്പെട്ടു വെണ്ണയണിഞ്ഞോ രക്തത്താ ഉയരരുളി ധൈര്യം പൂണ്ടേ നമ്മെ പോലാ നികളേന്തി പാടേൽപ്പതു കാണുന്നില്ലേ രാജ്യം തരുവോ നാമെങ്കിൽ സ്വയമൊഴിവാകട്ടെ നമ്പാ. പ്രൈസ് ഗോഡ്. കഴിയുമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള യാക്കോബായ ഓർത്തഡോക്സ് പള്ളികളിൽ ഈ ഫ്രൈഡേ പോവുക. ഈ ബ്യൂട്ടിഫുൾ റെൻഡറിങ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നൂറ്റാണ്ടുകൾക്കായി ദൈവത്തിൻ്റെ ഹൃദയത്തെ വരച്ചു കാണിക്കണം, സ്നേഹത്തെ. അപ്പം ഈ കള്ളൻ വിളിച്ചു പറയുകയാണ്. കള്ളൻ എന്താ വിളിച്ചു പറയുന്നേ? കള്ളൻ വിളിച്ചു പറയുന്നത്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം ഞങ്ങളെയും ഓർക്കണം, എന്നെ ഓർക്കണം. അപ്പം യേശു അവനോട് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. ഇതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടു. ഒരു കള്ളൻ രക്ഷപ്പെട്ടു, മറ്റേ കള്ളനോ? ഒരു കള്ളനോട് യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. മറ്റേ കള്ളനോ? നിങ്ങൾ പൂരിപ്പിക്കുക. ആ ഹാർട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു കള്ളൻ അതറിഞ്ഞു, അവനോട് യേശു പറഞ്ഞു, കാരണം നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും എന്നുള്ള സദ്വർത്തമാനം അവനോട് പറയുവാൻ അവൻ കർത്താവിന് അവസരം കൊടുത്തു. എന്നാൽ ഇപ്പുറ കിടക്കുന്നവനും പറുദീസായിൽ യേശുവിനോട് അന്നിരിക്കും. അത് പറയാനുള്ള അവസരം അവൻ കർത്താവിന് നിഷേധിച്ചു. അത് ചോദിച്ചില്ല, അത് പറഞ്ഞില്ല എന്നതുകൊണ്ട് അവൻ തിരസ്കരിക്കപ്പെടുന്നില്ല. അവനും കർത്താവിനോടുകൂടെ പറുദീസയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു കള്ളനല്ല. ആദാമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്ത ഈ മഹനീയമായ കബറടക്കം ഇവന്റെ ഏറ്റുപറച്ചിലുകൊണ്ടോ അപേക്ഷ കൊണ്ടോ അല്ല അവൻ ആ പറുദീസ കിട്ടുന്നത്. കർത്താവിന്റെ സൗജന്യ ദാനമാണ്. ആത്മാക്കളെ രക്ഷിച്ചൊരു നിൻ സ്ലീബായെ നമിച്ചങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു മശീഹ ഓർക്കങ്ങളെ നീ വന്നിടുമ്പോ ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമെന്ന്
കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. സോഗദീനാൻ ലസലീബുക്ക് ബേവോ ബുർക്കോ നലനഭുശോസ അംഗാ യോസോമരീനാം ശീനു ഏസ്ദാ ക്രൈൻ മോദോ സേയാ. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ഈ കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു എന്ന് പറഞ്ഞ ഇത് ചൊല്ലിയില്ലേലും നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഐ ആം അക്സെപ്റ്റഡ്, ആ ലാസ്റ്റ് മോമെന്റിൽ ആ കള്ളൻ ആ ഭാഗ്യം കിട്ടുകയാണ്. ഐ ആം അക്സെപ്റ്റഡ്. പക്ഷെ ഇപ്പറ കിടക്കുന്ന കള്ളൻ അത് അറിയുന്നില്ല. നോ ഡിഫറൻസ്, അവനെയും കർത്താവ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഉണർത്തപ്പെട്ടു. അതാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഈ പാട്ട് എഴുതി വെച്ചത്. അല്ലാതെ നമ്മൾ ഈ അപേക്ഷിക്കുന്നതുകൊണ്ടല്ല നമുക്ക് രക്ഷ കിട്ടുന്നത്. നമ്മൾ അപേക്ഷിക്കുന്നതുകൊണ്ടല്ല നമുക്ക് രക്ഷ കിട്ടുന്നത്. എൻ സ്തുതിയും ഹാലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി അയ്യോ ചെയ്യരുതേ. ഞാൻ പാതകിയെന്നറിയുന്നു. ഞാൻ പാതകിയെന്നറിയുന്നു. എവിടെയാ? ഒരുപക്ഷെ കാട്ടിൽ പോയതായിരിക്കും, അല്ല വീട്ടിൽ പോയതായിരിക്കും. കാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു വ്യത്യാസവുമില്ല. അതാണ് തിരിച്ചറിവ്. ഞാൻ പാതകിയെന്നറിയുന്നു, സർവകടങ്ങളും കർത്താവ് ആരാഞ്ഞാൽ ആർക്കും തിരുസന്നിധി നിലനിൽക്കാൻ കഴിയത്തില്ല. സോ സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സൗജന്യദാനമാണ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതാണ് ഈ കള്ളനോടുകൂടെ ചൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഞങ്ങൾ വരികയാണ്, ആ തിരിച്ചറിവിലേക്ക്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഇമ്പസ്വരം, യു ആർ അക്സെപ്റ്റഡ്, യു ആർ ഇൻക്ലൂഡഡ്, യു ആർ മൈ ചൈൽഡ്, നൗ യു ആർ മൈ ബ്രദർ. യേശുവിന്റെ സ്വരമാണ് കേൾക്കുന്നത്, പിതാവിന്റെ സ്വരം കേൾക്കുകയാണ്. യു ആർ മൈ ചൈൽഡ്, യു ആർ മൈ സൺ, യു ആർ മൈ ഡോട്ടർ. ആ സ്വരം കേൾക്കുകയാണ്. അതാണ് ഈ പറയുന്ന കള്ളനോടുകൂടെ ഞങ്ങൾ ചൊല്ലുന്നെന്ന്. അല്ല, നമ്മുടെ ചൊലുത്തിന്റെ വിശ്വാസം കൊണ്ട് ആരും രക്ഷപ്പെടുന്നില്ല, നമ്മുടെ ഏറ്റുപറച്ചിൽ കൊണ്ട് ആരും രക്ഷപ്പെടുന്നില്ല. അയ്യോ, നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടെന്നാ പറയുന്നത്. എന്ത് വിശ്വാസത്താൽ? അങ്ങനെ വിശ്വാസമുള്ള ആരായിരിക്കും? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ആരുടെ വിശ്വാസത്താലാ? ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ് ആരുടെ വിശ്വാസമാ? ക്രിസ്തുവിന്റെ വിശ്വാസമല്ല, എൻ്റെ വിശ്വാസമല്ല. കാരണം പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ വിശ്വാസം പരിശുദ്ധാത്മാവും പിതാവും പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വരികയാണ്. മരണത്തെ ജയിച്ച വിശ്വാസം. ആ ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വി ആർ അക്സെപ്റ്റഡ്. അതുകൊണ്ടാണ് വായിച്ചത്, മഹനീയമായ ഈ കബറടക്കം ആദാമിനെയും അവന്റെ സർവ്വസന്താനങ്ങളെയും രാജ്യാവകാശികളാക്കി തീർത്തു. ഈ ഭൂമിയിൽ ഈ സത്യം ഇത്ര പോലെ പ്രസംഗിക്കുന്ന, ഇതുപോലെ എഴുതി വച്ചിരിക്കുന്ന മറ്റൊരു ക്രിസ്തീയ വിഭാഗവുമില്ല. യു ആർ അക്സെപ്റ്റഡ്, യു ആർ അക്സെപ്റ്റഡ്, യു ആർ അക്സെപ്റ്റഡ്. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടാക്കിയ സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. ഇനി അടുത്തതാണ്, സ്ലീബായെ കുമ്പിടാൻ പറ്റുമോ? ഈ കുരിശിനെ കുമ്പിടാൻ പറ്റുമോ? കുരിശിനെ വണങ്ങാൻ പറ്റുമോ? തെറ്റല്ലേ. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 23-ാം അധ്യായം 16-ാം വാക്യം നമ്മുടെ കർത്താവായ യേശുമിശിഹ തിരുവായി മൊഴിഞ്ഞ് പറയുകയാണ്, ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്ന് പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം. മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ, ഏതു വലിയത്? സ്വർണമോ, സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല. അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരായുള്ളവരെ, ഏത് വലിയത്? യാഗപീഠമോ വഴിപാടോ? വഴിപാടാണോ? വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണോ?
ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു. മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തെയും സിംഹാസനത്തെയും അതിലിരിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? യാഗപീഠമാണോ വലുത്? യാഗവസ്തുവാണ്. യാഗവസ്തുവിനെ പോലും വിശുദ്ധീകരിക്കുന്ന യാഗപീഠമാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലെ മരണം ഒരു ആക്സിഡന്റോ ഒരു കൊലപാതകമല്ലായിരുന്നു. വെസ്റ്റേൺ തിയോളജിയിൽ ഇറ്റ് വാസ് ആൻ അസാസിനേഷൻ. ഒരു കൊലപാതകമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർ പരിഹസിക്കുന്നത്. കർത്താവിനെ വെടിവെച്ച് കൊണ്ടിരുന്നത് നിങ്ങൾ തോക്കിനെ വണങ്ങുമായിരുന്നോ? കർത്താവ് കട്ടിലിൽ കിടന്ന് മരിച്ചിരുന്ന നിങ്ങൾ കട്ടിലിൽ കഴുത്തിൽ കെട്ടി തൂക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം അവർ കർത്താവിൻ്റെ മരണത്തെ ഒരു അബദ്ധമായിട്ടോ ഒരു അപകടമായിട്ടോ ഒരു കൊലപാതകമായിട്ടോ ആണ് കാണുമ്പോൾ, സത്യസഭ കർത്താവിൻ്റെ ഈ വെള്ളി ദിനത്തിലെ മരണത്തെ അപകടമായിട്ടോ കൊലപാതകമായിട്ടോ അല്ല കാണുന്നത്. അതൊരു ബലിയായിട്ടാണ് കാണുന്നത്. അതൊരു യാഗമാണ്. അതുകൊണ്ട് ആ യാഗം മാനവ ചരിത്രത്തിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ യാഗം നടന്ന യാഗപീഠമാണ് സഭയെ സംബന്ധിച്ച് സ്ലീബ. കുരിശ് യാഗപീഠമാണ്. യാഗപീഠത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് മത്തായി സുവിശേഷം 23 അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ യേശു കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നതിനാൽ സ്ലീബ വന്ദനവിന് യോഗ്യമാണ്. അതുകൊണ്ട് ധൈര്യമായി ഓരോരുത്തരും യാതൊരു ഹൃദയത്തിൽ ഈ പൈശാചികവും ഈ പാഷണ്ഡത നിറഞ്ഞതുമായിരിക്കുന്ന പാശ്ചാത്യ സുവിശേഷത്തിന്റെ സ്വാധീനത്തിൽ വശീകരിക്കപ്പെട്ടിരിക്കുന്ന അനേക ആളുകൾ. കഴിഞ്ഞ ദിവസം എന്നോടൊരു പ്രായമായ അമ്മച്ചി, ഏകദേശം 70 വയസ്സോളം പ്രായമുണ്ട്, സുറിയാനി സഭയിലെ അമ്മച്ചിയാണ്, എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകും, പക്ഷെ ഞാൻ കുരിശുമുത്താൻ പോകത്തില്ല. അത് തെറ്റല്ലേ? അത് പാപമല്ലേ? കാരണം പെന്തക്കോസ്ത് ഉപദേശം ഇൻഫിൽട്രേറ്റ് ചെയ്ത് സുറിയാനിക്കാരന്റെ ശുദ്ധ മനസാക്ഷിയെ വഷളാക്കിയിരിക്കുന്നത് കൊണ്ട് ഈ സത്യസ്ലീബായ വണങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ അവന്റെ മനസ്സ് വഷളായിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 23 എടുക്കുക. യേശു കർത്താവ് പറഞ്ഞു യാഗപീഠത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാ അശുദ്ധ മനസാക്ഷിയും മാറട്ടെ, ദുർമനസാക്ഷികൾ മാറിയിട്ട് ശുദ്ധ മനസാക്ഷിയുള്ളവരായി ഹൃദയ നൈർമല്യത്തോടെ നമ്മുടെ കർത്താവിന്റെ ബലി നടന്ന ആ യാഗപീഠം എന്ന നിലയ്ക്കുള്ള എല്ലാ ആദരവോടും കൂടെ നമുക്ക് ആ കള്ളനോട് ചേർന്ന് നിൽക്കാം. നമുക്ക് ആ കള്ളനോട് ചേർന്ന് ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് നമുക്ക് ഉയർത്തപ്പെടാം. വരുവിൻ പ്രിയരേ, വരുവിൻ, ഈ തിരുസുവിശേഷം ശ്രദ്ധിപ്പാൻ. കരുണാകരനാം മശിഹാദൻ തിരുപീഡകളെ ധ്യാനിപ്പാൻ. ബാലകർ കൂട്ടം പുരുഷാരം യവനരുമായി യൂഥന്മാർ. പലതരമാൾക്കാർ സൈന്യങ്ങൾ ജലനികരത്തിന്നല പോലെ. ദുഷികൾ പറഞ്ഞും മാർപ്പോടും ദുർമുഖ ജനസംസാരങ്ങൾ. വഷളുകൾ പറയും നീചന്മാർ പെരുമഴ പോലെ ആ നേരം. കഠിന ജനങ്ങൾ ആർക്കുന്നു, മടി കൂടാതെ തുപ്പുന്നു. പരിഹാസങ്ങൾ പറയുന്നു, ഇടമുറിയാതെ അടിക്കുന്നു. പരമപിതാവേ, ഇവർ പാപം അറിയാതയോ ചെയ്യുന്നു. ക്ഷമയരുളണമേ നിന്ദയാൽ. പ്രിയദേവനിതം പ്രാർത്ഥിച്ചു. തിരുക്കുരിശിന്റെ ഇരുഭാഗേ ഇരു കള്ളന്മാർ കുരിശേ
അതിലൊരുവൻ തൻ കുരിശിങ്കൽ ശരണം പ്രാപിച്ചർത്ഥിച്ചു. മശിഹാനൃപനേ നിൻ വരവിൽ ഓർക്കണമെന്നേ ഈ പാപിയെ. അതിനരുളിത്താൻ നീ ഇന്ന് എന്നോടു കൂടെ പറുദീസിൽ കന്യകമറിയാം വീഴുന്നു. തരുണി ജനങ്ങൾ കരയുന്നു. ദൂതഗണങ്ങൾ നമിക്കുന്നു. ജനനീകരങ്ങൾ വിരളുന്നു. എൻ കർത്താവേ എൻ നാഥാ, എന്തിനു നീ കൈവിട്ടെന്നെ? അയ്യോ ദാഹം പെരുകുന്നു. മുറവിളിയോടെ ചൊന്നേവം ജീവന്റെ നായകനെ അവർ കുരിശിൽ തറച്ചു. ഓതർ ഓഫ് ലൈഫ്. മുമ്പേ നമ്മൾ കേട്ട പാട്ടിൽ ദൈവത്തെ കുരിശിൽ തറച്ചെന്നാണ് പാടിയത്. യെസ്, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അല്ലാതെ അനേകം മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനേക മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടതുപോലെ അനേക മനുഷ്യർ കൊല്ലപ്പെട്ടതുപോലെ അല്ല ക്രിസ്തുവിൻ്റെ ജീവപ്രദായകമായ ഈ യാഗം. കെരൂബുകൾ ആരാധിച്ചവൻ, സ്രോപ്പേന്മാർ വണങ്ങിയവർ, ഈറാന്മാർ പരിഭ്രമിച്ചവർ, ആ ദൈവസന്നിധി അവിടെ ഇരുന്ന ആ ദൈവത്തിൻ്റെ പുത്രനാണ് ഇപ്പോൾ അടിക്കപ്പെടുന്നത്, പരിഹസിക്കപ്പെടുന്നത്, തുപ്പലേൽക്കുന്നത്, അപമാനിക്കപ്പെടുന്നത്, നിന്ദിക്കപ്പെടുന്നത്, ക്രൂരമായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. ദൂതന്മാർ അവനെ വണങ്ങുകയാണ്, കണ്ടിന്യൂസ്ലി വർഷിപ്പ് ചെയ്യുകയാണ്, കണ്ടിന്യൂസ്ലി വർഷിപ്പ് ചെയ്യുകയാണ്. ഈ ക്രൂശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ ക്രൂശിൽ നിസ്സഹായനായി കിടക്കുമ്പോഴും ദൈവത്തിൻ്റെ കോടാനുകോടി ദൂതന്മാർ ഊഴം വെച്ചവനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി. ആ വർഷിപ്പിൻ്റെ ഒരു ദർശനമാണ് അന്ത്യോക്യയിലെ 3-ാം പാത്രീർക്കീസായിരുന്ന ഇഗ്നേഷ്യസ് ന്യൂറോനയ്ക്ക് കിട്ടിയത്. അദ്ദേഹത്തിന് കിട്ടിയ ദർശനത്തെ അദ്ദേഹം കാണുകയാണ്. അരിമത്യയിലെ യോസഫും നിക്കോദിമോസും യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കാൻ നിൽക്കുമ്പോൾ കുരിശിന് ചുറ്റും ദൂതന്മാർ നിന്നിട്ട് ആ യേശുവിനെ വർഷിപ്പ് ചെയ്യാണ്. ആ വർഷിപ്പാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഈ മനുഷ്യരൂപത്തെ നോക്കിയിട്ട് ലോകത്തൊരു മനുഷ്യനും ദൈവമേ എന്ന് വിളിക്കാൻ കഴിയത്തില്ല. കേവലം മനുഷ്യരൂപമാണ് കാണുന്നത്. പക്ഷെ ആ കാഴ്ചയ്ക്കപ്പുറത്ത് ആ ദൂതന്മാർക്കറിയാം ഇത് തങ്ങൾ ആരാധിച്ചിരുന്ന സ്വർഗത്തിന്റെ പ്രമോദമായിരുന്ന ദൈവത്തോട് സമത്വമുള്ള ദൈവത്തിന്റെ ഓമന കുമാരനാണ് ഈ കിടക്കുന്നതെന്നറിയാവുന്ന ദൂതന്മാർ വിളിക്കുകയാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഒരു ബലവുമില്ലാതെ ബലഹീനരിൽ ബലഹീനനായി, നിസ്സഹായനായി, നിശ്ചലനായി, നിശ്ചേഷ്ടനായി ഈ കുരിശിൽ കിടക്കുന്ന ആ രൂപത്തെ നോക്കി മാലാഖമാരുടെ അടുത്ത സംഘം പറയുകയാണ്, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അവന്റെ ബലം എന്താണെന്ന് അറിയാവുന്ന മാലാഖമാർ പറയുകയാണ്. മാലാഖമാരുടെ അടുത്ത സംഘം പറയുകയാണ്, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അവൻ തൻ്റെ തോളിലേക്ക് ശിരസ് ചായ്ച്ച് എൻ്റെ പ്രാണനെ ഇതാ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടുകൊടുക്കുമ്പോൾ ആ മരിക്കുന്ന സമയത്ത് ഇല്ലില്ലില്ലില്ല, നീ മരണമുള്ളവനല്ല, യു ആർ ഇമ്മോർട്ടൽ, യു ആർ എവർലാസ്റ്റിംഗ് ഗോഡ്. മാലാഖമാർ വർഷിപ്പിക്കുകയാണ്, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഈ കാഴ്ച കണ്ട് ഭ്രമിച്ച് നിക്കോദിമോസും യോസഫും കൂടെ ഒരുമിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അതാണ് ആ കൗമാ പ്രാർത്ഥന എങ്ങനെ വന്നത്. So let us worship him. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. സോഗദീനാൻ ലസലീബു
Let us worship him with his angels. അവന്റെ ദൂതന്മാരോട് ചേർന്ന് അവനെ ആരാധിക്കാം. നിക്കോദിമോസിനോടും യോസഫിനോടും ചേർന്ന് അവനെ ആരാധിക്കാം. സുറിയാനി സഭയുടെ പിതാക്കന്മാരോട് ചേർന്ന് അവനെ ആരാധിക്കാം. രക്തസാക്ഷികളോട് ചേർന്ന് അവനെ ആരാധിക്കാം. ഏവങ്കലിസ്തന്മാരോട് ചേർന്ന് അവനെ ആരാധിക്കാം. ദൂതഗണങ്ങളോട് ചേർന്ന് ആരാധിക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. നമുക്ക് ആ സ്ലീബായെ കുമ്പിടാം. മശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. So let us worship him with confidence and with a pure heart. നമുക്ക് ശുദ്ധമായ മനസാക്ഷിയോടെ അവനെ ആരാധിക്കാം. സോ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ആശാഴ്ചയുടെ അവശേഷിക്കുന്ന ദിവസങ്ങളെ ഞാൻ ആശംസിക്കുന്നു. സോ ഞാൻ പിന്നെ പറഞ്ഞാൽ ദുഃഖവെള്ളിയാഴ്ച അല്ല, ആക്ച്വലി വലിയ വെള്ളിയാഴ്ച. വലിയ വെള്ളിയാഴ്ച നിങ്ങൾ അടുത്തൊരു പള്ളിയിൽ ഈ ശുശ്രൂഷകളടുത്ത് പോയി പങ്കെടുക്കാൻ പരിശ്രമിക്കുക. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ആ ഹൃദയത്തിൽ തുടിച്ചു നിൽക്കട്ടെ. എല്ലാ ദുരുപദേശങ്ങളും മാറിപ്പോകട്ടെ. നമ്മുടെ കർത്താവ് ഈ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറിഞ്ഞെങ്കിലും അവൻ്റെ വാഴ്ത്തപ്പെട്ട സ്ലീബ നമ്മോട് കൂടിയുണ്ട്. അതിൻ്റെ ലെജിറ്റിമസി കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ് പറയുകയാണ്, യാഗപീഠത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മരണം ഒരു ബലിയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് കുരിശ് ബലിപീഠം തന്നെയാണ്. നമ്മുടെ കർത്താവിൻ്റെ ആ യാഗം നടന്ന ബലികളെ നീക്കിയ തിരുബലിയായി മാറിയവൻ, ആ തിരുബലി നടന്ന ആ യാഗപീഠത്തെ വണങ്ങുമ്പം ഇപ്രാവശ്യം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ദുർമനസാക്ഷി ഇല്ലാതെ വെസ്റ്റേൺ തിയോളജി കയറി ദുർമനസാക്ഷി വരുത്തിയ ആളുകളുടെ ദുർമനസാക്ഷി എല്ലാം മാറട്ടെ. ശുദ്ധ മനസാക്ഷിയോടെ ആ സ്ലീബായ വണങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.